എന്തൊക്കെയാണ് നടക്കുന്നേ? എന്താ പറ, എനിക്കറിയില്ല. ഹലോ ഫ്രണ്ട്സ്, വാണ്ടവിഷൻ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ തന്നെ കേട്ട പോലെയുള്ള ചോദ്യമായിരിക്കും ഉണ്ടാവുക. എന്തൊക്കെ ഈ ചെറിയ വെസ്റ്റ് വ്യൂ നടക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷേ ഈ സീരീസിന്റെ പ്രശ്നം തന്നെ അതാണ്. ലാസ്റ്റ് എപ്പിസോഡ് ആവുമ്പോഴാണ് എന്താണ് ശരിക്കും കാര്യമെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പക്ഷെ അത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഈ സീരീസ് കണ്ട ഒരു നഷ്ടമായിട്ടില്ലെന്ന്. എന്തായാലും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാണ്ടവിഷന്റെ എപ്പിസോഡ് 6 and 7 ആണ്. കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ എന്താണ് കണ്ടതെന്ന് വെച്ചാൽ, SWORD ഏജൻസിക്ക് തുടക്കം കുറിച്ച മരിയ റാംബോയുടെ മകളായിട്ടുള്ള മോണിക്ക റാംബോ താനോസിന്റെ സ്നാപ്പ് കാരണം മാഞ്ഞു പോയിരുന്നു. 5 വർഷം കഴിഞ്ഞവർ തിരിച്ചു വരുന്നു. പക്ഷെ അപ്പോഴേക്കും അവളുടെ അമ്മ മരിയ റാംബോ ക്യാൻസർ വന്ന് മരിച്ചുപോയി. അവൾക്ക് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരാൻ കുറച്ച് ടൈം എടുത്തു. അവൾ SWORD ജോയിൻ ചെയ്യാൻ വേണ്ടി തിരിച്ചു വരുന്നു. അവിടുത്തെ പുതിയ ഡയറക്ടറാണ് മിസ്റ്റർ ടൈലർ ഹേവാർഡ്. വെസ്റ്റ് വ്യൂ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി മോണിക്ക റാംബോ അങ്ങോട്ട് പോകുന്നു. അവിടെ വെച്ച് അവൾ FBI ഏജന്റ് ആയിട്ടുള്ള മിസ്റ്റർ ജെയിംസ് സൂവിനെ പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ വെസ്റ്റ് വ്യൂവിന് പുറത്തുള്ള എനർജി ഷീൽഡ് പരിശോധിക്കുന്നതിനിടയ്ക്കാണ് മോണിക്ക അതിലേക്ക് കയറി പോകുന്നത്. സോ ഇങ്ങനെയാണ് വെസ്റ്റ് വ്യൂവിന്റെ ഉള്ളിലേക്ക് മോണിക്ക റാംബോ ജെറാൾഡിൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് എത്തുന്നത്. SWORDും FBIയും എല്ലാവരും വെസ്റ്റ് വ്യൂവിന്റെ പുറത്തു വന്ന് തമ്പടിക്കുവാണ്. ഇവരെ സഹായിക്കാൻ വേണ്ടി ഒരു സയന്റിസ്റ്റ് ആയിട്ടുള്ള ഡാർസി ലൂയിസും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വെസ്റ്റ് വ്യൂവിനുള്ളിൽ നിന്ന് വരുന്ന കുറച്ച് റേഡിയേഷനും അതിന്റെ കൂടെ തന്നെ വരുന്ന TV സിഗ്നൽസും ഡാർസി ലൂയിസ് പിടിച്ചെടുക്കുകയാണ്. അതിന് പറ്റിയ ഡിവൈസുകൾ വെച്ച് നോക്കുമ്പോഴാണ് ഉള്ളിൽ നടക്കുന്ന വാണ്ടവിഷൻ എന്ന് പറയുന്ന TV ഷോ അവർക്ക് കാണാൻ പറ്റുന്നത്. SWORD ആ TV ഷോ അനലൈസ് ചെയ്യാൻ തുടങ്ങി. അവിടെ പല കാലഘട്ടത്തിലൂടെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാണ്ടയും വിഷ്ണയും വെസ്റ്റ് വ്യൂവിൽ നിന്ന് കാണാതെ എന്ന് പറയുന്ന ഒരുപാട് പേരെയും അവർക്ക് കാണാൻ സാധിച്ചു. അവരുടെ രൂപവും സ്വഭാവവും പേരും ഒക്കെ വ്യത്യാസമാണ്. എന്തെങ്കിലും സാധനങ്ങൾ ഉള്ളിലേക്ക് കടത്തിവിട്ടാൽ അത് മൊത്തത്തിൽ ചേഞ്ച് ആവും. അത് മനുഷ്യരാണെങ്കിലും ശരി, സാധനങ്ങളാണെങ്കിലും ശരി. വെസ്റ്റ് വ്യൂവിന് ചുറ്റുമുള്ള ഈ എനർജി ഷീൽഡിനെ ഹെക്സഗൺ ഷേപ്പ് ആയതുകൊണ്ട് ഹെക്സ് എന്നാണ് വിളിക്കുന്നത്. ഡാർസിയും മിസ്റ്റർ ജെയിംസ് സൂയും വാണ്ടവിഷൻ ഷോയ്ക്ക് അഡിക്റ്റ് ആയി. ടൈലർ ഹേവാർഡ് വാണ്ടയെ കൊന്നിട്ടാണെങ്കിലും അവളെ ഒരു കുറ്റക്കാരിയായി ചിത്രീകരിച്ചിട്ടാണെങ്കിലും വെസ്റ്റ് വ്യൂവിലെ പ്രശ്നം തീർക്കാനാണ് ശ്രമിക്കുന്നത്. ഇതൊക്കെ വാണ്ടയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. വെസ്റ്റ് വ്യൂവിലെ എല്ലാ സാധനങ്ങളും എല്ലാ ആളുകളെയും കൺട്രോൾ ചെയ്യുന്നത് വാണ്ട മാക്സിമോഫ് ആണെന്നാണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷെ അത് എങ്ങനെയാണെന്ന് മാത്രം ഇതുവരെ ആർക്കും അറിയില്ല. SWORDിന്റെ ടീം പലതരത്തിൽ വാണ്ടയും വിഷ്ണയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചില സീനുകൾ ഓട്ടോമാറ്റിക്കലി കട്ടായിട്ടാണ് വാണ്ടവിഷൻ TV ഷോയിൽ കാണിക്കുന്നത്. ആക്ച്വലി ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വാണ്ട തന്നെയാണ്. വെസ്റ്റ് വ്യൂവിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി വിഷന്റെ സംശയം കൂടി വന്നു. ജെറാൾഡിൻ അല്ലെങ്കിൽ മോണിക്ക റാംബോയെ പിയട്രോയുടെ പേര് പറഞ്ഞതിന്റെ പേരിൽ വാണ്ട ഹെക്സിന്റെ പുറത്തേക്ക് തെറിപ്പിച്ച് കളഞ്ഞതാണ്. അതും നമുക്ക് മനസ്സിലായി. വാണ്ടയും വിഷനും കുഞ്ഞുങ്ങൾ ഉറക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ പറ്റുന്നില്ല. ആ സമയത്ത് തന്നെ ആഗ്നസ് അങ്ങോട്ട് കയറി വന്ന് പിള്ളേരെ ഉറക്കാൻ നോക്കുന്നു. അത് കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ കുട്ടികൾ 5 വയസ്സോളം വളർന്നു വലുതായി. ഞാൻ വാണ്ട തീരുമാനിച്ചതുപോലെ തന്നെയാണോ എല്ലാം ചെയ്യുന്നത് ആഗ്നസ് ചോദിക്കുന്നത് കാണുമ്പോൾ വിഷന് ശരിക്കും ഡൗട്ട് വരുന്നുണ്ട്. പക്ഷെ വാണ്ട നൈസായിട്ട് വിഷയം മാറ്റുന്നു. ഹെക്സിന്റെ ഉള്ളിലേക്ക് ഒരു വട്ടം കയറി പോവുകയും രണ്ടാമത്തെ വട്ടം ഹെക്സിന്റെ ഉള്ളിക്കൂടെ തന്നെ വാണ്ട മോണിക്കയെ പുറത്തേക്ക് എറിഞ്ഞിടുകയും ചെയ്തു. അതുകൊണ്ട് മോണിക്കയെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവളുടെ DNA-യിൽ എന്തൊക്കെയോ ചേഞ്ച് സംഭവിക്കുന്നതായിട്ട് കണ്ടെത്താൻ പറ്റി. ഒരു ലൈറ്റ് മാത്രമാണ് ആ ടെസ്റ്റ് റിസൾട്ടിൽ കാണാൻ പറ്റുന്നത്. മോണിക്കയും ജെയിംസും ഡാർസി ലൂയിസും കൂടി വാണ്ടയെ അനുകൂലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ടൈലർ ഹേവാർഡ് വാണ്ടയെ കുറ്റപ്പെടുത്താൻ മാത്രമാണ് ശ്രമിക്കുന്നത്. താനോസ് കൊന്നുകളഞ്ഞ വിഷന്റെ ബോഡി SWORD ഏജൻസിയിൽ സൂക്ഷിച്ചിരുന്നു. അത് വാണ്ട മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് ടൈലർ ഹേവാർഡ് പറയുന്നുണ്ട്. വാണ്ടയുടെ മക്കളായിട്ടുള്ള ബില്ലിക്കും ടോമിക്കും സ്പാർക്കി എന്ന് പറയുന്ന ഒരു പട്ടിക്കുട്ടിയെ കിട്ടുവാണ്. പക്ഷെ ആ പട്ടിക്കുട്ടിയെ വളർത്തണമെങ്കിൽ 10 വയസ്സെങ്കിലും മിനിമം ആവണമെന്ന് പറഞ്ഞപ്പോൾ അവര് 2 സെക്കൻഡ് കൊണ്ട് 5 വയസ്സിൽ നിന്ന് 10 വയസ്സിലേക്ക് വളർന്നു വലുതാവുകയാണ്. ഇവർക്ക് എന്താവശ്യം വരുമ്പോഴും ആഗ്നസ് ഓടിക്കയറി വരുന്നതുകൊണ്ട് വിഷ്ണു ആഗ്നസിന് നല്ല സംശയമുണ്ട്. ആരെ വിശ്വസിക്കൂടാ ഞാൻ? ആരും എനിക്കിപ്പോ വിശ്വാസമൊന്നുമില്ല. വെസ്റ്റ് വ്യൂവിലേക്ക് കടക്കാൻ പറ്റിയ ഒരു വണ്ടി ഉണ്ടാക്കാൻ മോണിക്ക അവൾക്ക് അറിയുന്ന കുറച്ച് പേരെ ഏൽപ്പിക്കുന്നു. വെസ്റ്റ് വ്യൂവിന്റെ ഉള്ളിലുള്ളതൊന്നും വെറും ഒരു ഇല്യൂഷൻ അല്ലെന്നും അവിടെയുള്ള എന്തൊക്കെ മാറിയിട്ടുണ്ടോ അതൊക്കെ ശരിക്കും മാറിയിട്ടുള്ളതാണെന്നും മോണിക്ക അവരോട് പറയുന്നുണ്ട്. മോണിക്ക റാംബോ ഉള്ളിലേക്ക് ഇട്ടിട്ട് പോയ ബുള്ളറ്റ് പ്രൂഫ് സ്യൂട്ട് കാണാൻ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിലും ബുള്ളറ്റിനെ തടയാനുള്ള ഡ്രസ്സിന്റെ കഴിവ് ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. വിഷ്ണു ആളുകളുടെ തലയിൽ തൊടുമ്പോൾ വാണ്ട അവരുടെ മേൽ വെച്ചിരിക്കുന്ന മൈൻഡ് കൺട്രോൾ കുറച്ച് നേരത്തേക്ക് കളയാൻ വിഷ്ണു പറ്റുന്നുണ്ട്. ഇങ്ങനെ ചെയ്തപ്പോൾ നോം പറഞ്ഞ കാര്യങ്ങളും SWORD അയച്ച് ഇമെയിലിലെ കാര്യങ്ങളും വായിച്ചു നോക്കുമ്പോൾ വിഷ്ണു ആകെ കൂടി സംശയമായി. ഒരുപക്ഷെ വാണ്ട തന്നെയായിരിക്കും ഇത് ചെയ്യുന്നത്. എനിക്ക് പേടിയാവുന്നളിയാ. എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. ഈ നാട് വിട്ട് പുറത്തുവെല്ലാം പോവാളിയാ. വാണ്ടയെ നിരീക്ഷിക്കാൻ വേണ്ടി SWORD ഉള്ളിലേക്ക് ഒരു ഡ്രോൺ അയക്കുന്നുണ്ട്. വാണ്ടയെ കൊല്ലാൻ വേണ്ടി ടൈലർ ഹേവാർഡ് അതിലൊരു മിസൈലും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. വാണ്ട ആ ഡ്രോണും തൂക്കി പിടിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഹെക്സ് മറികടന്ന് ഇവരുടെ എല്ലാവരുടെയും മുന്നിലേക്ക് വരുവാണ്. കുറച്ച് നിമിഷത്തേക്ക് മിസ്റ്റർ ടൈലർ ഹേവാർഡ് മൂഞ്ചിപ്പോയി. വെസ്റ്റ് വ്യൂവിന്റെ അതിർത്തി കടന്ന് തന്റെ സമാധാനമായിട്ടുള്ള ജീവിതം തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഒരാളെയും വെറുതെ വിടില്ലെന്ന് പറഞ്ഞിട്ടാണ് വാണ്ട തിരിച്ചു കയറി പോകുന്നത്. അവൾ ഹെക്സിനെ കൂടുതൽ ശക്തമാക്കുന്നു. മാത്രമല്ല കുറച്ചു നേരത്തേക്ക് അവൾ SWORDിന്റെ ആൾക്കാരെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരൊക്കെ അവളുടെ മേലേക്ക് ചൂണ്ടിയിരുന്ന തോക്കുകളൊക്കെ അവൾ ടൈലർ ഹേവാർഡിന്റെ മേലേക്ക് തിരിച്ചു വെക്കുവാണ്. എന്തോ വിഷച്ചെടി കഴിച്ച് അവരുടെ സ്പാർക്കി എന്ന് പറയുന്ന ഡോഗ് മരിച്ചു പോവാണ്. ആഗ്നസ് ആണ് ഈ കാര്യം അവരോട് പറയുന്നത്. പട്ടിയെ വീണ്ടും ജീവിപ്പിക്കാൻ പറ്റുമെന്ന് മക്കൾ വാണ്ടയോട് ചോദിക്കുന്നുണ്ടെങ്കിലും അത് ശരിയല്ലെന്നാണ് വാണ്ട പറയുന്നത്. അന്ന് രാത്രി വാണ്ടയും വിഷ്ണും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നു. വാണ്ട ഇവിടെയുള്ള ആരെങ്കിലും മൈൻഡ് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ അത് നിർത്തണമെന്നാണ് വിഷം പറയുന്നത്. പക്ഷെ താൻ അങ്ങനെ ചെയ്യുന്നില്ലെന്ന് വാണ്ടയും പറയുന്നു. വീട്ടിൽ വന്നിരുന്ന അവിടെ ഇല്ല സമാധാനം. എനിക്ക് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റൂല. ഈ സമയത്ത് ഒരു കോളിംഗ് ബെൽ കേൾക്കുന്നു. അവിടെ കാണാൻ പറ്റുന്ന ഒരു പുതിയ ക്യാരക്ടറിനെയാണ്. പണ്ട് അൾട്രോൺ പടയുടെ വെടിയേറ്റ് മരിച്ചുപോയ വാണ്ടയുടെ സഹോദരൻ പിയട്രോ മാക്സിമോഫ്. പക്ഷെ പുതിയ മുഖത്തിലാണ് അവൻ വന്നിരിക്കുന്നത്. എന്നാലും വാണ്ട അവൻ അനിയനായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല. മിസ്റ്റർ ജെയിംസ് സൂ സ്കോട്ട്ലാൻഡ് കാണിച്ചു കൊടുത്ത കാർഡ് മാജിക് പഠിച്ചെടുത്തിരിക്കുന്നു. അത് മാത്രമല്ല ഡാർസി കുറെ നേരമായിട്ട് കാത്തിരുന്ന അവളുടെ കോഫി അവസാനം അവൾക്ക് കിട്ടി.
ഇനി നമുക്ക് സമയം കളയാതെ ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം. എന്റെ പേര് അമിത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ഇൻട്രോ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇപ്പൊ ബില്ലിയും ടോമിയും വിഷ്ണുവും വാണ്ടയും ആഗ്നസും പുതിയതായിട്ട് വന്ന പിയട്രോ മാക്സിമോഫും ഒക്കെ വളരെ സന്തോഷമായിട്ടാണ് ആ വീട്ടിൽ ജീവിക്കുന്നത്. ആഗ്നസ് താമസിക്കുന്നവരുടെ വീട്ടിലല്ലെങ്കിലും ഭൂരിഭാഗം സമയത്തും ആഗ്നസ് ഇവരുടെ കൂടെ തന്നെയുണ്ട്. ഇന്ന് വെസ്റ്റ്യൂവിൽ ഹാലോവിൻ ആഘോഷിക്കുകയാണ്. ഹാലോവിൻ എന്ന് പറയുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേക്കുന്ന ദിനമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും പേടിപ്പിക്കുന്ന ഡ്രസ്സും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സും ഒക്കെ ഇട്ട് ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ പോലെ ടൗണിലേക്ക് ഇറങ്ങും. എല്ലാവരും ഹാലോവിൻ ആഘോഷിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. പിള്ളേര് കാത്തിരിക്കുന്നത് അവർക്ക് ഒരുപാട് മിഠായികൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. പുതിയതായിട്ട് വന്നവരുടെ മാമനെ അല്ലെങ്കിൽ പിയട്രോ മാക്സിമോഫിനെ അവർക്ക് രണ്ടുപേർക്കും വലിയ കാര്യമാണ്. മാമൻ ഉറങ്ങുന്ന സമയത്ത് അങ്ങയുടെ കൂർക്കമരി കേൾക്കാൻ പോലും എന്തൊരു രസമാണെന്നാണ് പിള്ളേർ രണ്ടുപേരും പറയുന്നത്. ഇപ്പൊ കൂർക്കമരിച്ചുറങ്ങിക്കൊണ്ടിരിക്കുന്ന മാമനെ അവരെണിപ്പിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുക. ഇവർക്ക് രണ്ടുപേർക്കും ഒരു പേടിയുണ്ട്. സാധാരണ രക്തം കുടിക്കുന്ന വാമ്പയേഴ്സ് ഒക്കെ പകല് കിടന്നുറങ്ങി രാത്രിയാണല്ലോ എണിറ്റ് പോവുക ആൾക്കാരുടെ രക്തം കുടിക്കാൻ. ഇപ്പൊ പിയട്രോ പകല് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി അങ്ങനെ വല്ല വാമ്പയറും ആണോ എന്നാണ് പിള്ളേരുടെ പേടി. അവരിങ്ങനെ പറയുന്നത് പിയട്രോ ഒളിച്ചു കേൾക്കുന്നുണ്ട്. നമുക്കറിയുന്നത് പോലെ പിയട്രോ മാക്സിമോഫിന് സൂപ്പർ സ്പീഡിൽ ഓടാൻ പറ്റും. അവൻ പെട്ടെന്ന് സ്പീഡിൽ ഓടി വന്ന് പിള്ളേരെ പേടിപ്പിക്കാൻ തുടങ്ങി. അതേടാ, ഞാൻ വാമ്പയർ തന്നെയാടാ, നിന്റെയൊക്കെ ചോര ഞാൻ നൂറ്റി കുടിക്കുവേടാ എന്നൊക്കെ പറഞ്ഞ് പിയട്രോ പിള്ളേരെ പേടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ പലർക്കും ഒരു ഡൗട്ട് തോന്നും, എന്തുകൊണ്ടാണ് പുതിയൊരു മുഖവുമായിട്ട് ഈ പിയട്രോ മാക്സിമോഫ് വരുമ്പോൾ വാണ്ട ഒന്ന് ചോദിക്കാത്തത്? നമ്മൾക്ക് അറിയുന്നത് പോലെ വാണ്ട ഇപ്പൊ പഴയ കാര്യങ്ങൾ ആലോചിക്കാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പിയട്രോയുടെ പേര് പറഞ്ഞപ്പോഴേക്കും അവൾ മോണിക്കയെ പുറത്തേക്ക് തെറിപ്പിച്ചു വിട്ടത്. അനിയനായിട്ടുള്ള പിയട്രോ മരിച്ചെങ്കിലും വാണ്ടയ്ക്ക് ഇപ്പോഴും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പുതിയ ജീവിതത്തിൽ ഒരാൾ പിയട്രോ ആണെന്ന് പറഞ്ഞ് വരുമ്പോൾ വാണ്ട അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ വാണ്ടയുടെ പവർ വഴി അവൾ മൈൻഡ് കൺട്രോൾ ചെയ്ത ഒരാളായിരിക്കും ഇത്. അയാൾ പിയട്രോയുടെ പോലെ അഭിനയിക്കുന്നതായിരിക്കാം. പക്ഷെ എന്നാലും അയാൾക്ക് എങ്ങനെ സൂപ്പർ പവർ കിട്ടും? ഒരുപക്ഷെ അങ്ങനെ സൂപ്പർ പവർ കൊടുക്കാനുള്ള കഴിവ് വാണ്ടയ്ക്കുണ്ടെങ്കിലും എന്തായാലും നമ്മൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ അറിയില്ല. ഈ സമയത്താണ് നമ്മളുടെ വാണ്ട മാക്സിമോഫ് ഹാലോവീൻ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് റെഡി ആയിട്ട് വരുന്നത്. വാണ്ട നല്ല ലുക്ക് ആയിട്ടുണ്ട്. പക്ഷെ പിയട്രോ ഇത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവൻ വാണ്ടയോട് ഇതത്ര പോരാന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പിയട്രോ പറയുന്നത് കേട്ട് അമ്മയുടെ കോസ്റ്റ്യൂം അടിപൊളിയാന്ന് പറയാൻ വന്ന ടോമിയും അത് മാറ്റിയിട്ട് അമ്മയുടെ കോസ്റ്റ്യൂം പോരാന്ന് തന്നെ പറയുവാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പിയട്രോ മാക്സിമോഫ് പിള്ളേരെ നന്നായിട്ട് തന്നെ സ്വാധീനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ടോമിക്ക് അങ്കിളിന് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് അങ്കിൾ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാനും അങ്കിൾ പറയുന്നത് പോലെ കാര്യങ്ങൾ പറയാനും അങ്കിളിനെ അനുകരിക്കാനും ഒക്കെ ടോമി ശ്രമിക്കാറുണ്ട്. ഈ സമയത്ത് പിയട്രോ, നമ്മൾ രണ്ടുപേരും കുട്ടിക്കാലത്ത് ആഘോഷിച്ച ഹാലോവിൻ ഓർമ്മയുണ്ടോ? അന്ന് ഏതൊരു തള്ളച്ചി നമ്മൾ മിഠായി ചോദിച്ചു തന്നപ്പോ ഒരു ചീഞ്ഞ മീനെടുത്ത് സഞ്ചിയിലിട്ട് തന്ന ഓർമ്മയുണ്ടോ എന്ന് വാണ്ടയോട് ചോദിക്കുവാണ്. ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ആ സീൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവർ കുഞ്ഞായിരുന്നപ്പോഴത്തെ കാര്യമാണല്ലോ പറയുന്നത്. പക്ഷെ വാണ്ട ഡ്രസ് ഇട്ടിരിക്കുന്നത് നമ്മളുടെ ബ്ലാക്ക് വിഡോ അല്ലെങ്കിൽ നത്താഷ റോമനോഫിന്റെ സ്റ്റൈലിലാണ്. പിയട്രോ ആവട്ടെ നിക് ഫ്യൂറിയുടെ പോലെയാണ് ഡ്രസ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ കണ്ണിന്റെ പുറത്ത് വെച്ചിരിക്കുന്ന സാധനം വരെ കുഞ്ഞായിരിക്കുന്ന പിയട്രോ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ നടക്കാൻ ഒരു സാധ്യതയുമില്ല. ഇവര് കുഞ്ഞായിരിക്കുന്ന സമയത്ത് നിക് ഫ്യൂറിയെയോ നത്താഷ റോമനോഫിനെയോ ഇവർക്ക് അറിയ പോലുമില്ല. ഇവരൊക്കെ വളർന്ന് വലുതായി അവെഞ്ചേഴ്സ് എന്ന് പറയുന്ന ടീമിനെ ലോകം പരിചയപ്പെടുമ്പോൾ മാത്രമാണ് ഇവരും അവെഞ്ചേഴ്സിനെ പറ്റി അറിയുന്നത്. മാത്രമല്ല ഈ കാണിച്ചിരിക്കുന്ന നത്താഷയുടെ കോസ്റ്റ്യൂം ഏകദേശം എൻ ഗെയിമിന്റെ ടൈമിലുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് കുട്ടിക്കാലത്ത് ഇവർ രണ്ടുപേരും നത്താഷയുടെയും നിക് ഫ്യൂറിയുടെയും പോലെ ഡ്രസ് ഇടുന്നത്? എന്തോ പ്രശ്നമില്ലേ? എന്തായാലും ഇപ്പൊ വന്നുപോയ ഫ്ലാഷ് ബാക്ക് സീൻ വാണ്ടയ്ക്ക് അത്ര ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ പിയട്രോ ഇങ്ങനെ തന്നെയാ നടന്നെന്ന് നല്ല കോൺഫിഡൻസി പറയുന്നു. ഒരുപക്ഷെ വാണ്ട ഇത് മറന്നുപോയത് അവൾക്ക് ഓൾറെഡി ഉള്ള കുറെ വിഷമങ്ങൾ അടിച്ചമർത്താൻ ശ്രമിച്ചത് കൊണ്ടായിരിക്കുമെന്നും പിയട്രോ പറയുന്നുണ്ട്. പിയട്രോ എന്തോ കുത്തി പറയുന്നത് പോലെ വാണ്ടയ്ക്ക് തോന്നുന്നു. പക്ഷെ അവളൊന്നും ചോദിക്കുന്നില്ല. എന്തായാലും വാണ്ടയും പിയട്രോയും തമ്മിൽ അത്രയ്ക്ക് സിങ്ക് ആവുന്നില്ല എന്ന് ബില്ലിക്ക് മനസ്സിലായി. ഈ സമയത്താണ് വിഷനും ഹാലോവിൻ കോസ്റ്റ്യൂം ഇട്ട് അങ്ങോട്ട് വരുന്നത്. ഇത് കണ്ട് പിയട്രോയ്ക്ക് ശരിക്കും ചിരി വന്നു. എന്താളിയത്? ഇതാണോ ഹാലോവിൻ കോസ്റ്റ്യൂം? ഇതൊരുമാതിരി മാങ്ങ ചെത്തിയിട്ട് മുളക് പൊടി തേച്ച പോലെ ഉണ്ടല്ലോ. ഇതൊന്നിട്ട് ഞങ്ങളുടെ കൂടെ വരണ്ട. വിഷൻ അലമാരിയിൽ വേറെ കോസ്റ്റ്യൂം ഉണ്ടായിരുന്നില്ലേ? എന്തിനാ ഇതെടുത്തിട്ട്? വാണ്ട അലമാരിയിൽ വേറെ കോസ്റ്റ്യൂം ഒന്നും ഉണ്ടായിരുന്നില്ല, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇതെടുത്തിട്ടു. പക്ഷെ നീ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഈ ലുക്ക് കണ്ട് ആരെങ്കിലും എന്റെ വൈഫിനെ അടിച്ചെടുത്തോണ്ട് പോകുന്നതാണ് എന്റെ പേടി. ഈ സമയത്ത് പിള്ളേരും പിയട്രോയും കൂടി ഗെയിംസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുക. വിഷൻ പെട്ടെന്ന് ചോദിക്കാൻ തുടങ്ങി, വാണ്ട നീ നിന്റെ അനിയനെ പറ്റി എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇവൻ ശരിക്കും പിള്ളേരുടെ കൂടെ നന്നായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. അതെന്തായാലും നന്നായി, പിള്ളേർക്കൊരു നേരം പോക്കായല്ലോ. പക്ഷെ വിഷൻ ഈ പറയുന്നത് കേട്ട് വാണ്ട ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. വാണ്ട വിചാരിച്ചു ഇവൻ ശരിക്കും മരിച്ചതല്ലെന്നാണ് വിഷൻ ചോദിക്കാൻ വരുന്നതെന്ന്. പക്ഷെ വിഷൻ അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല. ഈ സമയത്ത് വിഷൻ ഇന്ന് സുരക്ഷയുടെ മീറ്റിംഗ് ഉണ്ടെന്നും അതിനെന്തായാലും പോയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. വിഷൻ, നിങ്ങൾ എന്താ പറയുന്നത്? ഇന്ന് ഫാമിലിയുടെ കൂടെ അടിച്ചു പൊളിക്കേണ്ട ദിവസമല്ലേ? ഇങ്ങനെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ മീറ്റിങ്ങിനാണോ പോകുന്നത്? വാണ്ട നിനക്ക് അറിയാത്തതുകൊണ്ടാ വെസ്റ്റ്യൂവിൽ പല തെമ്മാടികളും വന്നിട്ടുണ്ട്. ഇവന്മാരെയൊക്കെ വാച്ച് ചെയ്തേ പറ്റൂ. അതിനാണ് ഞങ്ങൾ കുറച്ചുപേര് ഈ മീറ്റിംഗ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. പക്ഷെ വിഷൻ, നീ ഇന്ന് ഇതല്ല ചെയ്യേണ്ടത്, ഇതിങ്ങനെയല്ല. എന്താ വാണ്ട പറഞ്ഞു? ഇന്ന് ഞാൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വാണ്ടയ്ക്ക് നേരത്തെ അറിയൂ. എന്റെ വിഷൻ, ഞാനൊരു തമാശ പറഞ്ഞതാ. വിഷൻ ഇഷ്ടമുള്ള ചെയ്യാം. പിന്നെ ഇന്ന് ഹാലോവിൻ ആയതുകൊണ്ട് പിള്ളേരും എന്റെ കൂടെ ഒക്കെ
ജീവിക്കണമെന്നേ പറഞ്ഞുള്ളൂ. ഇങ്ങനെ പ്ലാൻ ഉണ്ടെന്ന് നേരത്തെ എന്നോടൊന്ന് പറയാതിരുന്ന്. എന്തായാലും ഇപ്പൊ പറഞ്ഞില്ലേ വേണ്ട, പ്ലാനുകൾ എപ്പോ വേണമെങ്കിലും ചേഞ്ച് ആവുമല്ലോ. കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവിടെ എന്തൊക്കെ നടക്കണമെന്ന് വാണ്ട ഓൾറെഡി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. വാണ്ടയുടെ ഒരു സ്ക്രിപ്റ്റ് പോലെയാണ് ഇവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അതുകൊണ്ട് വിഷൻ ഇന്ന് ചെയ്യേണ്ടത് ഇവരുടെ കൂടെ ഹാലോവിൻ ആഘോഷിക്കില്ല, പക്ഷെ അതിന് വിപരീതമായിട്ട് വിഷൻ വേറൊരു സ്ഥലത്ത് പോകണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വാണ്ട ഇങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ വാണ്ട ഇങ്ങനെ ചോദിക്കുമ്പോൾ വിഷൻ ഒരു ഡൗട്ട് വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടതുപോലെ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ വിഷന്റെ ഡൗട്ട് കൂടി വരുവാണ്. നീയല്ല എല്ലാവരും മൈൻഡ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പോലും വിഷൻ കഴിഞ്ഞ എപ്പിസോഡിൽ വാണ്ടയോട് ചോദിച്ചിരുന്നു. വാണ്ട അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും വിഷൻ ഇപ്പോഴും നല്ല സംശയമുണ്ട്. പെട്ടെന്ന് പീറ്റർ അടക്കി കയറി. ഹേയ് എന്താ നല്ലൊരു ദിവസമായിട്ട് രണ്ടുപേരും കൂടി അടിയാണ്. നോക്ക്, വിഷൻ അളിയന് പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും. നമ്മളായിട്ട് അതിന് തടസ്സമൊന്നും ഉണ്ടാക്കണ്ട. പിള്ളേരെ നോക്കാനായിട്ട് ഒരാളെയല്ല വേണ്ടത്, അതിന് ഞാനില്ലേ, അവരുടെ മാമൻ. അതുകൊണ്ട് തന്നെ പൊന്ന് സിസ്റ്റർ ടെൻഷൻ അടിക്കണ്ട, എല്ലാത്തിനും ഞാനുണ്ട് കൂടെ. കണ്ടില്ലേ, ഇത്രയുള്ളൂ പ്രശ്നം. ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ നിങ്ങൾ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞ് ഡിവോഴ്സ് ആയാലും. എന്തായാലും വാണ്ടയോടും പിള്ളേരോടും ഒക്കെ ഹാലോവിൻ അടിച്ചു പൊളിക്കാൻ പറഞ്ഞിട്ട് വിഷൻ മീറ്റിംഗിന് വേണ്ടി ഇറങ്ങുവാണ്. പക്ഷെ വിഷന്റെ ഈ പെരുമാറ്റത്തിലൊക്കെ വാണ്ടയ്ക്ക് നന്നായിട്ട് തന്നെ പ്രശ്നം തോന്നുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഇല്ല, അവൾ പുറത്ത് കാണിക്കുന്നില്ല. ബില്ലി ഇടയ്ക്കിടയ്ക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒരു നിഗമനം പറയും. എന്റെ അമ്മയും അച്ഛനും തമ്മിൽ കുഴപ്പമൊന്നും ഇല്ലാന്ന് പുറത്ത് തോന്നുമെങ്കിലും അവർ തമ്മിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. അതെന്താന്ന് എനിക്കറിയില്ല, പക്ഷെ കുഴപ്പമുണ്ട്. വിഷൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് വാണ്ടയ്ക്ക് ചെറിയ വിഷമമായി. അവൾ വാതിലടച്ച് തിരിയുമ്പോഴാണ് പിയട്രോ സൂപ്പർ സ്പീഡിൽ വന്ന് അവളെ പേടിപ്പിക്കുന്നത്. വാണ്ട പേടിച്ച് അലറിപ്പോയി. എന്നിട്ട് ഇനി മേലെ ഇങ്ങനത്തെ കുരുത്തക്കേട് കാണിക്കരുതെന്ന് വാണ്ട അവനെ വാൺ ചെയ്യുന്നുണ്ട്. ബില്ലിക്ക് ഹാലോവിൻ കോസ്റ്റ്യൂം ഒന്നും കിട്ടിയിട്ടില്ല. പിയട്രോയും അവന്റെ കോസ്റ്റ്യൂം സെറ്റ് ആക്കിയിട്ടില്ല. അതുകൊണ്ട് രണ്ടുപേരും കൂടി ഓടിപ്പോയി രണ്ടുപേർക്കും സെയിം പോലെയുള്ള കോസ്റ്റ്യൂം സെറ്റ് ആക്കി കൊണ്ടുവരുവാണ്. പിയട്രോ ഇട്ടിരിക്കുന്നത് ക്യുക്ക് സിൽവറിന്റെ സ്യൂട്ടാണ്, അല്ലെങ്കിൽ ആ മോഡലിലുള്ള ഹാലോവിൻ കോസ്റ്റ്യൂം. കോമിക്സിൽ കാണാനുള്ള ക്യുക്ക് സിൽവറിന്റെ പോലെയാണ് അവൻ ഡ്രസ് ഇട്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടോമിക്ക് അവന്റെ മാമനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ പിയട്രോ ഇട്ടിരിക്കുന്ന സെയിം ഡ്രസ്സാണ് ടോമിയും തെരഞ്ഞെടുത്തത്. പിയട്രോയ്ക്ക് സൂപ്പർ സ്പീഡ് ഉള്ളതുകൊണ്ട് തന്നെ ആരും കാണാതെ എളുപ്പത്തിൽ എന്ത് വേണമെങ്കിലും മോഷ്ടിക്കാൻ പറ്റും. അങ്ങനെ പല സ്ഥലത്തു നിന്ന് മോഷ്ടിച്ചതൊക്കെ വെച്ചിട്ടാണ് അവൻ ഈ കോസ്റ്റ്യൂം സെറ്റ് ആക്കിയിരിക്കുന്നത്. എന്തായാലും അയൽക്കാർക്കൊക്കെ നമ്മളോടൊരു ബഹുമാനമുണ്ട്, അത് കളഞ്ഞു കുളിക്കരുതെന്ന് വാണ്ട പിള്ളേരോടും മാമനോടും കൂടി പറയുന്നു. ഇങ്ങനത്തെ ഒരു മാമനുണ്ടെങ്കിൽ പിള്ളേര് തല തെറിച്ചതാവാൻ അത് മാത്രം മതി. അതുകൊണ്ട് പിള്ളേരെ വഴിതെറ്റിക്കാൻ നോക്കിയാ പിയട്രോയെ പിടിച്ച് അച്ചാർ അടിക്കുമെന്ന് വാണ്ട പറയുന്നുണ്ട്. ഈ സമയത്ത് വെസ്റ്റ്യൂവിന്റെ പുറത്ത് SWAT ടീം ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അവര് വാണ്ട പുറത്തേക്ക് കൊണ്ട് എറിഞ്ഞിട്ട് കൊടുത്ത ഡ്രോൺ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ വാണ്ടയുടെ എനർജി ആ ഡ്രോണിൽ ഇപ്പോഴും ഉണ്ട്. വാണ്ട പവർ ഉപയോഗിക്കുമ്പോൾ ഒരു റെഡ് കളറിൽ എനർജി ഫ്ലോ ആവുന്നതായിട്ട് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ഡ്രോൺ നശിപ്പിക്കുന്ന സമയത്ത് വാണ്ട ഈ പവർ ഉപയോഗിച്ചിരുന്നു. വാണ്ടയുടെ ആ പവർ ഇപ്പോഴും ആ ഡ്രോണിലുണ്ട്. അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഡ്രോൺ ഇപ്പോഴും കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പഠിച്ച് 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് റിപ്പോർട്ട് തരണമെന്ന് ടൈലർ ഹേവാർഡ് അവരോട് പറയുന്നുണ്ട്. ഈ സമയത്ത് മോണിക്ക് ദേഷ്യപ്പെട്ട് അയാളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. മിസ്റ്റർ ടൈലർ ഹേവാർഡ്, വാണ്ടയെ മിസൈൽ വെച്ച് ആക്രമിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആര് തന്നത്? അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഞാൻ ആ ഡ്രോൺ ഉപയോഗിച്ച് വാണ്ടയുമായിട്ട് സംസാരിക്കാൻ മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ആ പ്ലാൻ ഒക്കെ തെറ്റിച്ചു. വെൽ മോണിക്ക, ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് ഇതിന്റെ പിന്നിലൊക്കെ വാണ്ടയാണെന്ന് ഉറപ്പിക്കാൻ പറ്റിയല്ലോ. അത് മാത്രമല്ല, വാണ്ട നല്ല ബോധത്തോടെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും നമ്മൾക്കിപ്പോ മനസ്സിലായല്ലോ. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ആൾക്കാർ തന്നെ സാറിനെ വെടിവെച്ച് കൊല്ലാൻ പോയില്ലേ? ഇങ്ങനെ ഒരു ഭാഗ്യം ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. അല്ല, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടിയാണോ പണിയെടുക്കുന്നത്, അതോ വാണ്ടയ്ക്ക് വേണ്ടിയോ? നിങ്ങൾ എന്തിനാ അവളുടെ സൈഡ് പിടിക്കുന്നത്? അവളത്ര നല്ല പുള്ളിയൊന്നും അല്ലല്ലോ. സാർ, നിങ്ങൾ ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ആയുധങ്ങൾ വെച്ച് വാണ്ടയെ കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ ദേഷ്യമാണ് നിങ്ങൾ ഞങ്ങളുടെ മേൽ കാണിക്കുന്നത്. എന്തായാലും വാണ്ട ഒരു ചർച്ചയ്ക്ക് റെഡിയല്ല എന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് അവളോട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവളെ ഇല്ലാതാക്കിയാലേ ഇതൊക്കെ അവസാനിക്കൂ. മിസ്റ്റർ ഹേവാർഡ്, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇനി ഒരു പക്ഷെ നിങ്ങൾക്ക് വാണ്ടയെ കൊല്ലാൻ പറ്റിയെന്ന് തന്നെ ഇരിക്കട്ടെ. വാണ്ട മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ പിന്നെ വെസ്റ്റ്യൂവിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പോലും പറ്റില്ല. അല്ലെങ്കിൽ വെസ്റ്റ്യൂവിന്റെ പരിധികൾ കടന്ന് ഈ ലോകം മുഴുവൻ അങ്ങനെയായി തീരില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് എടുത്തു ചാടി ഒന്ന് ചെയ്തതെന്ന് പറയുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവളുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കണോ? അതൊന്നും പറ്റില്ല. വാണ്ടയെ തകർക്കാനുള്ളത്ര പവർ നമ്മളുടെ കയ്യിലില്ല. അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. വാണ്ടയെ ഒരു ശത്രുവാക്കി നിർത്തുകയല്ല വേണ്ടത്. വാണ്ടയാണ് നമ്മളുടെ പ്രശ്നമെങ്കിൽ അതിനുള്ള ഉത്തരവും വാണ്ട തന്നെയാണ്. ക്യാപ്റ്റൻ മോണിക്ക റാംബോ, നിങ്ങൾ ഇത്രയും പാവമായി പോയല്ലോ. മോണിക്ക ഈ മെഷീനെ പറ്റിയതല്ല. അല്ലെങ്കിലും നിന്റെ അമ്മ നിന്നെ പറ്റി പറഞ്ഞ് ശരിയായിരുന്നു. നീ സ്വാഡില് വർക്ക് ചെയ്യാൻ അത്ര പറ്റിയ ആളല്ല. അതിന് കുറച്ച് മനക്കട്ടിയൊക്കെ വേണം. ഈ സൂപ്പർ ഹീറോസിന് വേണ്ടി നിങ്ങളൊക്കെ എന്തിനാണ് വാദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തത്? നിനക്ക് ക്യാപ്റ്റൻ മാർവലിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്ന് കരുതി സൂപ്പർ പവറുള്ള എല്ലാവരും നല്ലവരാണെന്ന് വിചാരിക്കരുത്. 5 വർഷം മുന്നേ നിങ്ങളൊക്കെ മാഞ്ഞുപോയി. നിങ്ങൾക്ക് അടുത്ത 5 വർഷം ഈ ലോകത്ത് എന്താ നടന്നതെന്ന് അറിയില്ല. ഞങ്ങളൊക്കെ അതിനെങ്ങനെ അതിജീവിച്ചെന്ന് നിങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്നു. അപ്പോഴും നിങ്ങൾക്കൊന്നും അറിയണ്ട. മിസ്റ്റർ ടൈലർ ഹേവാർഡ്, 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ ഈ പറയുന്ന സൂപ്പർ ഹീറോസ് തന്നെയാണ്. അതും മറക്കരുത്. താനോസ് സ്നാപ്പ് ചെയ്തപ്പോൾ ഞങ്ങൾ മാഞ്ഞു പോയെന്നത് ശരിയാ. പക്ഷെ അത് തടയാൻ അവെഞ്ചേഴ്സ് ടീം മരിക്കുന്നത് വരെ പോരാടി. ഇതൊന്നും നിങ്ങൾ ബോധപൂർവ്വം മറക്കരുത്. അവസാനം ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ കാരണക്കാര് നിങ്ങൾ ഈ കുറ്റപ്പെടുത്തുന്ന സൂപ്പർ ഹീറോസ് തന്നെയാ. മതി മോണിക്ക,
എനിക്കിനി നിങ്ങളുടെ കൂടെ ചേർന്ന് സമയം കളയാനില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി സ്പോർട്ട് ടീമിൽ വർക്ക് ചെയ്യേണ്ട. ഐ എം സസ്പെൻഡിങ് യു. നിങ്ങൾ 3 പേരും ഇപ്പൊ തന്നെ പുറത്തു പോകണം. എന്തായാലും ടൈലർ വാണ്ടയ്ക്കെതിരെയാണ്. മോണിക്കയും ഡാർസിയും ജെയിംസും വാണ്ടയ്ക്ക് സപ്പോർട്ടല്ല, എന്നാലും വാണ്ടയെ കൊല്ലേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടിലാണ്. പറഞ്ഞു വരുമ്പോൾ വാണ്ടയെ കൊല്ലാനായിട്ട് ഇവരുടെ കയ്യിൽ ഒരു തേങ്ങയും ഇല്ല. അത് വേറെ കാര്യം. എന്തായാലും ഇങ്ങനെയൊക്കെ 3 പേര് ഇയാൾക്കെതിരെ പറയുന്നത് കേട്ടപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നിട്ട് ടൈലർ അവരെ 3 പേരെയും പിടിച്ച് പുറത്താക്കാൻ പറയുന്നു. സ്വാഡിന്റെ ആളുകൾ അവരെ 3 പേരെയും പുറത്തേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ജെയിംസ് മോണിക്കയ്ക്ക് ഒരു സിഗ്നൽ കൊടുക്കുന്നു. മോണിക്കയ്ക്ക് കാര്യം മനസ്സിലായി. അവർ 2 പേരും കൂടി അവരെ കൊണ്ടുവരുന്ന ഗാർഡ്സിനെയൊക്കെ താഴെ ഇടിച്ചിടുവാണ്. എന്നിട്ട് അവരുടെ കോസ്റ്റ്യൂം എടുത്തിരുന്നു. ടൈലർ ഹേവാർഡ് കാണാതെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ഇവർ ഫൈറ്റ് ചെയ്ത സമയത്ത് തന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ച് ഡാർസിക്ക് വിഷമമായി. പക്ഷേ ഈ ഏജന്റുമാർ തമ്മിൽ സിഗ്നൽ കൊടുക്കുന്നതൊന്നും പാവം ഡാർസിക്ക് മനസ്സിലാവില്ലല്ലോ. ഈ സമയത്ത് വെസ്റ്റ്യൂവിന്റെ ഉള്ളിലാണെങ്കിൽ ഹാലോവിൻ തകർത്തുകൊണ്ടിരിക്കുക. എല്ലാവരും പേടിപ്പിക്കുന്ന കോസ്റ്റ്യൂമുകളും പല സിനിമകളിലെ ക്യാരക്ടേഴ്സിന്റെ പോലെയുള്ള വേഷമൊക്കെ ഇട്ട് ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ പോലെ നഗരത്തിൽ ഇങ്ങനെ കിടന്ന് നടക്കുവാണ്. പിള്ളേർ അടുത്തുള്ള വീടുകളിലൊക്കെ ട്രിക്ക് ഓർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ട്രിക്ക് ഓർ ട്രീറ്റ് എന്താന്ന് വെച്ചാൽ പിള്ളേർ ഓരോ വീടിന്റെ വാതിൽ ചെന്ന് മുട്ടിയിട്ട് ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് ചോദിക്കും. സാധാരണ എല്ലാ വീട്ടുകാരും ട്രീറ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പിള്ളേർക്ക് മിഠായി കൊടുക്കുകയാണ് പതിവ്. ഇനി എങ്ങാനും ട്രിക്ക് മതിയെന്ന് ആ വീട്ടുകാർ പറഞ്ഞാൽ പിള്ളേർ ചിലപ്പോൾ പല കാര്യങ്ങളും ചെയ്യും. ചിലപ്പോൾ അവരുടെ ജനലിലേക്ക് മുട്ടയെടുത്ത് എറിയും, അല്ലെങ്കിൽ പലതരത്തിൽ അവരെ പേടിപ്പിക്കും. അങ്ങനെയുള്ള ട്രിക്കുകൾ ചെയ്യും. അതുകൊണ്ട് ആരും ട്രിക്ക് മതി എന്ന് പറയാറില്ല. നൈസായിട്ട് ട്രീറ്റ് മിഠായികൾ കൊടുത്ത് പിള്ളേരെ ഒഴിവാക്കാറാണ് പതിവ്. അതിനു വേണ്ടിയിട്ടാണ് ബില്ലിയും ടോമിയും പോയിരിക്കുന്നത്. ഈ സമയത്ത് വാണ്ടയും പീട്രോയും ഒറ്റയ്ക്കായി. വാണ്ടയ്ക്ക് തന്റെ മുന്നിൽ നിൽക്കുന്ന പീട്രോ ശരിക്കും മരിച്ചുപോയ തന്റെ പീട്രോയുടെ ആത്മാവാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. മുഖം വേറെ ആണെങ്കിലും ഒരുപക്ഷെ ആത്മാവ് ആ പഴയ പീട്രോയുടെ ആയിരിക്കാമല്ലോ. കാരണം അതുപോലെയൊക്കെയാണ് ഈ പുതിയ പീട്രോ അവളോട് പെരുമാറുന്നത്. എന്തായാലും അവൾക്ക് ഈ ഡൗട്ട് ഒന്ന് തീർക്കണമെന്ന് തോന്നിയിട്ട് അവൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. പീട്രോ, നിനക്ക് ഓർമ്മയില്ലേ, നമ്മളുടെ പാരന്റ്സ് മരിച്ചു കഴിഞ്ഞ് നമ്മൾ ഓർഫനേജിലായി. അവിടെ ഒരു തലതെറിച്ച് ചെക്കൻ ഉണ്ടായിരുന്നില്ലേ, എപ്പോഴും നിന്റെ ബൂട്ട് എടുത്തുകൊണ്ട് പോകാറുള്ള, എന്തായിരുന്നു അവന്റെ പേര്? നിനക്ക് ഓർമ്മയുണ്ടാവും. എപ്പോഴും മുടിയൊക്കെ വളർത്തി നടക്കാറുള്ള ഒരു പയ്യൻ. അവന്റെ പേര് പറ. ആ വാണ്ട മോളെ, എനിക്ക് കാര്യം മനസ്സിലായി. നീ എന്നെ ടെസ്റ്റ് ചെയ്യാണല്ലേ. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആർക്കായാലും ഡൗട്ട് തോന്നും. എന്റെ പഴയ മുഖമല്ലല്ലോ ഇപ്പൊ എനിക്ക്. അപ്പോ ഇങ്ങനെ പുതിയൊരു മുഖമായിട്ട് ഒരാൾ അനിയാന്ന് പറഞ്ഞു വരുമ്പോ ആർക്കായാലും സംശയം തോന്നും. നിന്നെ ഞാൻ കുറ്റം പറയില്ല. വാണ്ട അത് കേട്ട് ഞെട്ടിപ്പോയി. വാണ്ടയുടെ പഴയ സഹോദരനായിട്ടുള്ള പീട്രോയുടെ മുഖമല്ല ഈ പുതിയ പീട്രോയ്ക്കെന്ന് അവന് തന്നെ അറിയാം. അത് ശരിയാ. പക്ഷെ അതെന്താ പീട്രോ നിന്റെ മുഖം വേറെ ആയിട്ടിരിക്കുന്നത്? എന്താ ഇത്ര വ്യത്യാസം? എന്റെ പൊന്ന് പെങ്ങളെ, ഒരാൾ മരിച്ച സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അയാൾ ആത്മാവായി. പിന്നെ അയാൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ള മുഖം എടുക്കാം. എന്തിനാ വെറുതെ പഴയ മുഖം എടുത്തിടുന്നത്? അതുകൊണ്ട് ഞാൻ പുതിയൊരു മുഖം സെലക്ട് ചെയ്തു. പിന്നെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ നിന്റെ പോലെ എനിക്കും ആഗ്രഹമില്ല. പീട്രോ പറയുന്നത് കേട്ട് വാണ്ട ഞെട്ടിപ്പോയി. അതായത് പഴയ പീട്രോയുടെ മുഖമല്ല തനിക്കെന്ന് പുതിയ പീട്രോയ്ക്ക് അറിയാം. പഴയ പീട്രോ വെടികൊണ്ട് മരിച്ചെന്നും അവനിപ്പോ ജീവനോടെ ഇല്ലാന്നും പുതിയ പീട്രോയ്ക്ക് അറിയാം. അപ്പോ ഈ പുതിയ പീട്രോ മാമൻ പറയുന്നതനുസരിച്ച് പണ്ട് വെടികൊണ്ട് മരിച്ചുപോയ പീട്രോ മാക്സിമോഫ് തന്നെയാണ് ഇവൻ. പക്ഷെ മരിച്ചുപോയി കഴിഞ്ഞവന്റെ ആത്മാവ് പരലോകത്തെത്തി. എന്നിട്ട് ആ ആത്മാവ് ഇപ്പോ പുതിയ രൂപത്തിൽ തിരിച്ചു വന്നിരിക്കുവാണ്. ഇങ്ങനെയാണ് അവൻ പറയുന്നത്. വാണ്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴേക്കും പിള്ളേർ അങ്ങോട്ട് ഓടി വന്നു. അധികം മിഠായി ഒന്നും കിട്ടാത്തതുകൊണ്ട് പിള്ളേർക്ക് കുറച്ച് വിഷമമുണ്ട്. പക്ഷെ എന്തിനാ വിഷമിക്കുന്നത്? അവരുടെ പുതിയ മ്യാമൻ ഓടിയുണ്ടല്ലോ. അതുകൊണ്ട് മാമൻ പിള്ളേരെ കൊണ്ട് സൂപ്പർ സ്പീഡിൽ ഓടുവാണ്. എന്നിട്ട് അവിടെ നിൽക്കുന്നവരുടെ ഒക്കെ കയ്യിൽ നിന്ന് മിഠായികൾ മോഷ്ടിക്കാൻ തുടങ്ങി. മിഠായികൾ മോഷ്ടിക്കുന്നത് മാത്രമല്ല, അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ നശിപ്പിക്കുന്നുണ്ട്. പ്രത്യേക ഷേപ്പിൽ വെട്ടിവെച്ചിരിക്കുന്ന മത്തങ്ങകളൊക്കെ ചവിട്ടി പൊട്ടിച്ചിട്ടാണ് അവർ ഓടുന്നത്. പക്ഷെ ഇതൊക്കെ സൂപ്പർ സ്പീഡിലായതുകൊണ്ട് ഇതാരാ ചെയ്യുന്നതെന്ന് ഒരുത്തനും പിടികിട്ടുന്നില്ല. വാണ്ടയ്ക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന വിവരം നാട്ടുകാരെ ഹെർബിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ നടക്കുന്നതെന്ന് അവർക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ടാണ് അവർ പേടിച്ചിട്ട് ഈ നാട്ടിലെ സുരക്ഷാ മീറ്റിംഗിന്റെ പ്രധാനപ്പെട്ട ഒരാളായിട്ടുള്ള ഹെർബിനെ വിളിച്ച് കാര്യം പറയുന്നത്. എന്തായാലും തന്റെ വീട്ടിലെ ആൾക്കാർ തന്നെയാണ് ഈ കുരുത്തക്കേട് കാണിക്കുന്നത് എന്നുള്ളതുകൊണ്ട് വാണ്ട ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നു. ഹെർബ് വാണ്ടയോട് വിഷനെ പറ്റി ചോദിക്കുമ്പോൾ വിഷൻ സുരക്ഷാ മീറ്റിംഗിന് പോയെന്ന് വാണ്ട പറയുന്നു. പക്ഷെ അപ്പോഴാണ് ഹെർബ് ഒരു കാര്യം പറയുന്നത്. ഇന്ന് ഒരു സുരക്ഷയുടെ മീറ്റിംഗും ഇല്ലാന്ന്. വാണ്ട പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി. അതായത് വിഷൻ തന്നോട് കള്ളം പറഞ്ഞിട്ടാണ് പുറത്തു പോയത്. ഇന്ന് സുരക്ഷയുടെ മീറ്റിംഗ് ഇല്ലെങ്കിൽ പിന്നെ വിഷൻ എങ്ങോട്ടായിരിക്കും പോയത്? എന്തിനു കള്ളം പറഞ്ഞു? വാണ്ട എങ്ങനെയൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഹെർബിന് പേടിയായി. ഹെർബും കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് പെരുമാറാൻ തുടങ്ങി. വാണ്ട, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ പ്ലാൻ അനുസരിച്ച് ഞാൻ ഇങ്ങനെ തന്നെയല്ലേ പെരുമാറേണ്ടത്? ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റാൻ കേട്ടോ, ജസ്റ്റ് പറഞ്ഞാൽ മതി. ഹേയ്, കുഴപ്പമില്ല ഹെർബ്, ഒരു കുഴപ്പമില്ല, എല്ലാം ശരിക്കും നടക്കുന്നത്, നോ പ്രോബ്ലം. എന്തായാലും വാണ്ട അങ്ങനെ പറയുമ്പോൾ ഹെർബ് പോവുകയാണ്. വാണ്ടയ്ക്ക് പിന്നെയും കൺഫ്യൂഷനായി. ആദ്യം ആഗ്നസ് ഇങ്ങനെ ചോദിച്ചിരുന്നു, ഞാൻ പ്ലാൻ പോലെ തന്നെയല്ല ചെയ്യുന്നത്, എന്തെങ്കിലും മാറ്റണമെന്ന്. ഇപ്പൊ ഹെർബും ചോദിക്കുന്നു. അതായത് ആഗ്നസിനും ഹെർബിനും ഒക്കെ സ്വയമായിട്ട് അറിയോ വാണ്ടയാണ് ഇവർ കൺട്രോൾ ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ വാണ്ടയ്ക്ക് ഇഷ്ടമുള്ളത് പോലെയാണ് ഇവർ പെരുമാറേണ്ടതെന്ന് ഇവർക്കൊക്കെ അറിയോ? ഈ കാര്യത്തിൽ വാണ്ടയ്ക്ക് പോലും ഉറപ്പില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ ഇതാണ്. 9 എപ്പിസോഡ് ഉണ്ടാക്കി വെച്ചിട്ട് ലാസ്റ്റ് എപ്പിസോഡ് വരെ ഇവർ ഒരു പിടിയും തരുന്നില്ലല്ലോ. എന്തായാലും നമുക്ക് കഥയുടെ കൂടെ മുന്നിലേക്ക് പോവാം. അടുത്ത സീനിൽ വിഷനെയാണ് കാണിക്കുന്നത്. വിഷൻ ഇപ്പൊ നടന്ന് വെസ്റ്റ്യൂവിന്റെ അറ്റത്തേക്ക് എത്താറായി. അതായത് ഈ ഹെക്സ് എന്ന് പറയുന്ന ബോർഡർ ഉണ്ടല്ലോ, അവിടേക്കാണ് വിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റ്യൂവിന്റെ ഉള്ളിലാണ് വിഷന്റെ മുഴുവൻ ജീവിതവും ഉണ്ടായിട്ടുള്ളത്. എന്താണ് വെസ്റ്റ്യൂവിന്റെ പുറത്ത്? അതൊരു ചോദ്യമായിട്ട് ഇപ്പോഴും വിഷന്റെ മനസ്സിൽ നിൽക്കുവാണ്. അതുകൊണ്ടാണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി വിഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ കാര്യം വാണ്ട അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് കള്ളം പറഞ്ഞ് വിഷൻ ഇറങ്ങിയത്. ഏകദേശം ബോർഡറിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകളൊക്കെ വളരെ വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്. അവർ ഹാലോവിൻ ആഘോഷിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് സ്റ്റക്ക് ആയതുപോലെ അവർ ചെയ്ത കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ്
അടിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിലൊരു സ്ത്രീയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പുറത്തേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ അവർക്ക് കണ്ണടയ്ക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കണ്ണുനീർ വരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഉള്ള വിഷമം കാരണമായിരിക്കാം ഈ കണ്ണീർ ഇങ്ങനെ വരുന്നത്. ഇത് കണ്ടിട്ട് വിഷ്ണു വിഷമാവുന്നുണ്ട്. പക്ഷെ അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് സീൻ ചേഞ്ച് ആയി അടുത്തൊരു പരസ്യം വരുവാണ്. പരസ്യത്തിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി വിശന്ന് വരഞ്ഞ് കടലിന്റെ നടുക്കുള്ള ഒരു ചെറിയ ഐലൻഡിൽ ഇരിക്കുവാണ്, ഒരു ചെറിയ ദ്വീപ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഒരു സ്രാവ് വരുന്നു. മോന് വിശക്കുന്നുണ്ടോന്ന് ചോദിച്ച് ഈ സ്രാവ് അവന്റെ നേരെ ഒരു പാക്കറ്റ് എടുത്ത് നീട്ടുവാണ്. യോ മാജിക് സ്ട്രോബെറി. എന്തായാലും കഴിക്കാനുള്ള ഒരു സാധനമാണ്. ഇത് കഴിച്ച് ആ കുട്ടിക്ക് ജീവൻ നിലനിർത്താൻ പറ്റും. അതിന് തന്നെയാണ് ഈ പാക്കറ്റ് സ്രാവ് അവന് കൊടുക്കുന്നത്. പക്ഷെ അവൻ എത്ര ശ്രമിച്ചിട്ടും ആ പാക്കറ്റ് പൊളിക്കാൻ പറ്റുന്നില്ല. കഴിക്കാനുള്ള സാധനം കയ്യിലുണ്ട്, പക്ഷെ പാക്കറ്റ് പൊളിച്ചാൽ മാത്രമല്ല അവനത് കഴിക്കാൻ പറ്റൂ. അവൻ പകലും രാത്രി ഇരുന്ന് കഷ്ടപ്പെട്ടെങ്കിലും അത് തുറക്കാൻ അവന് പറ്റുന്നില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ആ കുട്ടി അവിടെ ഇരുന്ന് മരിച്ച അസ്ഥി കൂടെ ആവുകയാണ്. യോ മാജിക്, സർവൈവ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഐറ്റം. ഇങ്ങനെയാണ് അതിന്റെ ലേബലിൽ എഴുതി കാണിക്കുന്നത്. എന്താ ഈ പരസ്യങ്ങൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് ഒരുപക്ഷെ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ സമയം രാത്രിയായി. പിയട്രോയും പിള്ളേരും കൂടി ആളുകളുടെ മിഠായി കട്ടെടുത്തത് വാണ്ടയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവള് തന്നെ പറഞ്ഞ് എല്ലാ മിഠായിയും ആളുകൾക്ക് തിരിച്ചു കൊണ്ട് കൊടുപ്പിക്കുവാണ്. അതുകൊണ്ട് പിള്ളേർക്ക് വിഷമമായി. എന്താ വാണ്ട ഇത്, എന്തിനാ നീ പിള്ളേരെ വിഷമിപ്പിക്കുന്നത്? അവരാ മിഠായി തിന്നോട്ടെ. പിയട്രോ മറ്റുള്ളവരുടെ മിഠായി കട്ടെടുത്തിട്ടല്ല തിന്നേണ്ടത്. നീ ദയവ് ചെയ്ത് ഈ പിള്ളേരെ ഇങ്ങനെയുള്ള കുരുത്തക്കേടുകൾ പഠിപ്പിക്കരുത്. ഓ, ഇതൊക്കെ ഞാൻ പിന്നെ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണല്ലോ. ഞാൻ എനിക്ക് തന്ന വേഷം നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നല്ലേ ഉള്ളൂ. എല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഞാൻ ചെയ്യുന്നത്. എന്താ പിയട്രോ നീ പറയുന്നത്? നേരത്തെ പ്ലാൻ ചെയ്ത പോലെ നീ വന്നേന്നോ? അതെ, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ടൗണിലേക്ക് വരുന്നു, നിന്റെ കൂടെ നിന്റെ അനിയനായിട്ട് നിൽക്കുന്നു. നമ്മുടെ അളിയും വിഷനെ പറ്റുന്നത്ര ടെൻഷൻ അടിപ്പിക്കുന്നു. പിന്നെ പിള്ളേരുടെ കൂടെ കൂടി പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെ നിന്നെയും ടെൻഷൻ അടിപ്പിക്കുന്നു. നിന്റെ മനസ്സമാധാനം കളയുന്നു. ഇതാണ് പ്ലാൻ അനുസരിച്ച് എന്നോട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. നിനക്കും ഇത് തന്നെയല്ലേ വേണ്ടത്? പിയട്രോ നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആരുടെ പ്ലാൻ? വേണ്ട, നിനക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പഴയ കാര്യങ്ങളൊന്നും നിനക്ക് ഓർമ്മയില്ലാത്ത പോലെയാണല്ലോ പറയുന്നത്. ഇപ്പൊ തന്നെ ഞാൻ എന്തിനാ മരിച്ചത്? ഒരു കാര്യമില്ലാതെ ഒരു പട്ടിയെ വെടിവെച്ച് കൊല്ലുന്ന പോലെയല്ല എന്നെ വെടിവെച്ച് കൊന്നത്. എനിക്ക് അവസാനമായിട്ട് ഓർമ്മയുള്ളത് ആ വെടി കൊള്ളുന്നത്. അത് കഴിഞ്ഞ് നീ എന്നെ വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. നിനക്ക് ആ സമയത്ത് എന്റെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയാം. പക്ഷെ അപ്പൊ തന്നെ ഞാൻ വെടികൊണ്ട് മരിച്ചുപോയില്ലേ? എന്തായാലും പിയട്രോ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വാണ്ടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. പണ്ട് നടന്ന പല കാര്യങ്ങളും അതേപോലെ തന്നെയാണ് പിയട്രോ വാണ്ടയോട് പറയുന്നത്. ചില കാര്യങ്ങളാണെങ്കിൽ തെറ്റായിട്ടും പറയുന്നുണ്ട്, അല്ലെങ്കിൽ വാണ്ടയ്ക്ക് ആ കാര്യങ്ങൾ ഓർമ്മ വരുന്നില്ല. പക്ഷെ ഇപ്പൊ തന്നെ പിയട്രോ പറഞ്ഞ കാര്യങ്ങൾ, ടൗണിലേക്ക് വരുന്നത്, വിഷ്ണയും വാണ്ടയും ടെൻഷൻ അടിപ്പിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ അനുസരിച്ചാണ് ചെയ്യുന്നതെന്നാണ് പിയട്രോ പറയുന്നത്. പക്ഷെ ആരുടെ പ്ലാൻ? വാണ്ട അങ്ങനെ ഒരു പ്ലാൻ ഇടും? ഒട്ടും ചാൻസ് ഇല്ല. കാരണം വാണ്ട സമാധാനത്തോടെ ജീവിക്കാനാണല്ലോ ആഗ്രഹിക്കുന്നത്. അതിനിടയ്ക്ക് വിഷ്ണയും വാണ്ടയും ടെൻഷൻ അടിപ്പിക്കണമെന്നുള്ള പ്ലാനോടെ വാണ്ട ഒരാളെ കൊണ്ടുവരൂ? ഒരിക്കലും ഇല്ല. അപ്പൊ പിയട്രോയുടെ വരവിലും എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്. വാണ്ടയ്ക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആ സമയത്താണ് ബില്ലിയും ടോമി അങ്ങോട്ട് ഓടി വരുന്നത്. ഒരു കാര്യം കണ്ട് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി. ടോമിക്ക് അവന്റെ അങ്കിൾ പിയട്രോയെ പോലെ സൂപ്പർ സ്പീഡ് കിട്ടിയിട്ടുണ്ട്. ടോമിക്ക് മംഗളായിട്ടുള്ള പിയട്രോയെ പോലെ അല്ലെങ്കിൽ ക്യുക്ക് സിൽവറിനെ പോലെ സൂപ്പർ സ്പീഡിൽ ഓടാൻ പറ്റുന്നുണ്ട്. എന്തായാലും വാണ്ടയുടെ ആണല്ലോ മോൻ, അപ്പോൾ ജനറ്റിക്കലായിട്ട് കിട്ടിയതായിരിക്കും. പിയട്രോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. ഇനി മാമന് ടോമിയുടെ കൂടെ ചേർന്ന് പുതിയ കുരുത്തക്കേടുകൾ കാണിക്കാം. എന്തായാലും ഹാലോവിൻ നൈറ്റിൽ ഇവിടേക്കൊന്ന് സൂപ്പർ സ്പീഡിൽ ചുറ്റിക്കറങ്ങിയിട്ട് വരാമെന്ന് ടോമിയും ബില്ലിയും പറയുന്നുണ്ട്. അപ്പൊ വാണ്ട മക്കൾ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷെ വെസ്റ്റ്യൂവിന്റെ ഏറ്റവും അറ്റത്തേക്ക് ഒരിക്കലും പോകാൻ പാടില്ലെന്ന് അവരോട് പറയുന്നു. ഇത് വാണ്ട പലവട്ടം അവരോട് പറയുന്നുണ്ട്. കാരണം വെസ്റ്റ്യൂവിന്റെ ബോർഡർ കടന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് റിയൽ വേൾഡ് ആണ്. സോഡും FBI ഒക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഈ സമയത്ത് സോഡ് ഏജൻസിന്റെ കയ്യിൽ നിന്ന് എടുത്ത ഡ്രസ് ഇട്ട് മോണിക്കയും ഡാസിയും വൂവും കൂടി ടൈലർ ഹേവാർഡിന്റെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യാൻ വേണ്ടി ഒരു റൂമിലേക്ക് വരുവാണ്. എന്തൊക്കെയാ അവിടെ നടക്കുന്നതെന്ന് അവർക്കൊരു സംശയമുണ്ട്. അവിടെ വന്ന് നോക്കിയപ്പോഴാണ് വാണ്ടവിഷന്റെ പുതിയ എപ്പിസോഡ് അവിടുത്തെ ടിവിയിൽ വെച്ചിരിക്കുന്നത്. പണ്ട് മരിച്ചുപോയ വാണ്ടയുടെ സഹോദരൻ പിയട്രോ ആരായിരുന്നെന്നും അവന്റെ മുഖം എങ്ങനെയായിരുന്നെന്നും ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാം. ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ പിയട്രോയുടെ മുഖം വേറെയാണെന്ന് കണ്ടപ്പോ, അതും വാണ്ട അത് അംഗീകരിച്ചെന്ന് കണ്ടപ്പോ ഇവർക്കൊരു തേങ്ങ മനസ്സിലാവുന്നില്ല. ഇതെന്താ ഇങ്ങനെയൊക്കെ എന്നാണ് ഇവർ ആലോചിക്കുന്നത്. എന്തായാലും ഡാസി ലൂയിസ് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിലൊക്കെ അടിപൊളിയായതുകൊണ്ട് അവൾ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ടൈലർ ഹേവാർഡിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനുള്ളിലേക്ക് ഹാക്ക് ചെയ്ത് കയറി അതിലുള്ള ഡാറ്റയൊക്കെ അവൾ പരിശോധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലായത്. വെസ്റ്റ്യൂവിന്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും ട്രാക്ക് ചെയ്യാൻ ടൈലർ ഹേവാർഡിന് ഓൾറെഡി പറ്റുന്നുണ്ട്. പക്ഷെ ഇവരോടൊന്നും ആ കാര്യം അയാൾ പറഞ്ഞിട്ടേയില്ല. അത് അയാൾ മറച്ചു വെച്ചു. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വെസ്റ്റ്യൂവിന്റെ ഉള്ളിലുള്ള വിഷനെ ടൈലർ ഹേവാർഡ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതെങ്ങനെയാണ് പറ്റുന്നത്? വൈബ്രേനിയം ഡിക്കേ സിഗ്നേച്ചർ അങ്ങനെ ഒരു സംഭവം വെച്ചിട്ടാണ് ടൈലർ ഹേവാർഡ് വിഷനെ ട്രാക്ക് ചെയ്യുന്നത്. എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഏതൊരു മെറ്റലിനെ പോലെ തന്നെയാണ് വൈബ്രേനിയം. ഒരുപാട് ശക്തമാണെന്ന് മാത്രം. ഈ വൈബ്രേനിയത്തിൽ നിന്നും കുറച്ച് റേഡിയേഷൻസ് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ വൈബ്രേനിയത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന ഇങ്ങനെയുള്ള കുറച്ച് റേഡിയേഷനുകൾ ടൈലർ ഹേവാർഡിന് കണ്ടെത്താൻ സാധിച്ചു. വെസ്റ്റ്യൂവിന്റെ ഉള്ളിൽ ആകെ കൂടിയുള്ള വൈബ്രേനിയം എന്ന് പറഞ്ഞാൽ അത് വിഷനാണ്. അങ്ങനെ ഈ റേഡിയേഷൻ വെച്ചിട്ടാണ് വിഷന്റെ ലൊക്കേഷൻ അയാൾ ട്രാക്ക് ചെയ്യുന്നത്. വിഷന്റെ ലൊക്കേഷൻ മാത്രമല്ല, വിഷന്റെ ചുറ്റുമുള്ള മറ്റാളുകളുടെ, അതായത് വെസ്റ്റ്യൂവിൽ മൈൻഡ് കൺട്രോളിൽ നിൽക്കുന്ന മറ്റാളുകളുടെ ലൊക്കേഷനും ടൈലർ ഹേവാർഡിന് കാണാൻ പറ്റുന്നുണ്ട്. എന്തിനായിരിക്കും ടൈലർ ഹേവാർഡ് വിഷൻ ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അയാൾ പറഞ്ഞതുപോലെ വാണ്ടയാണല്ലോ സ്വോർഡിന്റെ ബേസിൽ വന്ന് വിഷന്റെ ബോഡി മോഷ്ടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അത് തിരിച്ചെടുക്കാനായിരിക്കും അയാൾ വിഷനെ ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്നതും ഒരുപക്ഷെ വാണ്ടയെ കൊല്ലാൻ ശ്രമിക്കുന്നതും. കാരണം വിഷന്റെ ബോഡിയിലുള്ള വൈബ്രേനിയം എന്ന് പറഞ്ഞാൽ അത്രയും വില പിടിച്ചതാണ്. ബില്യൺ കണക്കിന് രൂപയാണ് വിഷന്റെ ബോഡിയുടെ വില. അതുകൊണ്ടായിരിക്കും ടൈലർ ഹേവാർഡ് വിഷനെ ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്നത്. സോ പറഞ്ഞനുസരിച്ച്
വിഷന്റെ ലൊക്കേഷനും അവന്റെ അടുത്ത് നിൽക്കുന്ന മറ്റാളുകളുടെ ലൊക്കേഷനും ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. വിഷൻ ഇപ്പോ വെസ്റ്റ് യുവിന്റെ ബോർഡറിന്റെ അടുത്താണ്. പക്ഷെ അവന്റെ ചുറ്റുമുള്ള ആളുകളൊന്നും അനങ്ങുന്നില്ല. അതെന്താ അനങ്ങാത്തതെന്ന് ഇവർക്ക് മൂന്നുപേർക്കും അറിയില്ല. സീൻ ചേഞ്ച് ആവുന്നു. അവരാ മാപ്പിൽ കണ്ടതുപോലെ തന്നെ വിഷൻ ബോർഡറിന്റെ അടുത്തേക്ക് നടക്കുന്നു. അവിടെയുള്ള എല്ലാ ആളുകളും സ്റ്റക്ക് ആയതുപോലെ നിൽക്കുകയാണ്. വിഷൻ ഓരോരുത്തരെയായിട്ട് ചെന്ന് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും അനങ്ങുന്ന പോലുമില്ല. നിന്ന നിപ്പിൽ അങ്ങനെ നിൽക്കുക. ഇവിടെ എത്തുന്നതിന് മുന്നേ കണ്ട കുറച്ച് ആളുകളാണെങ്കിൽ ചെറുതായിട്ടെങ്കിലും റിപ്പീറ്റ് അടിച്ചിട്ടാണെങ്കിലും അനങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ ബോർഡറിന്റെ അടുത്തേക്ക് വന്നപ്പോ ആൾക്കാർ അനങ്ങുന്ന പോലുമില്ല. എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്? ഇങ്ങനെ ആലോചിച്ച് വിഷൻ പിന്നെയും നടക്കാൻ തുടങ്ങി. ഇവിടെ കിടന്ന് നടന്നിട്ട് ഒരു കാര്യമില്ലെന്ന് വിഷന് മനസ്സിലായി. അവൻ പെട്ടെന്ന് അവന്റെ കോസ്റ്റ്യൂം മാറ്റി ശരിക്കുള്ള രൂപത്തിലേക്ക് വരുവാണ്. ഇങ്ങനെ ഒരു കഴിവ് വിഷനുള്ളതായിട്ട് നമ്മൾ ഇൻഫിനിറ്റി വാറിലൊക്കെ കണ്ടിട്ടുണ്ട്. വിഷൻ നേരെ ആകാശത്തേക്ക് പറന്നുയർന്നു. എന്നിട്ട് ചുറ്റും നോക്കാൻ തുടങ്ങി. അവിടെ ടൗണിന്റെ നടുക്കായിട്ട് ഹാലോവിൻ പാർട്ടിയും ആഘോഷമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ബോർഡറിലേക്ക് വരുമ്പോൾ ഒരു അനക്കം പോലും ഇല്ല. അതുമാത്രമല്ല, ബോർഡറിലേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ലൈറ്റൊക്കെ വിഷന് കാണാൻ പറ്റുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് വിഷൻ അങ്ങോട്ട് പോവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോഴാണ് അതൊരു കാറാണെന്ന് മനസ്സിലാവുന്നത്. കാറിലിരിക്കുന്നത് ആഗ്നസ് ആണ്. ആഗ്നസും ഫാൻസി ഡ്രസ്സിന് വേണ്ടിയിട്ടാണോന്ന് അറിയില്ല, ഒരു മന്ത്രവാദിനിയുടെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ടുണ്ട്. ബോർഡറിന്റെ അടുത്തുള്ള മറ്റുള്ളവരെ പോലെ ആഗ്നസും അനങ്ങുന്നേയില്ല. പക്ഷെ ആഗ്നസിന് മിണ്ടാൻ പറ്റുന്നുണ്ട്. ആഗ്നസ്, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? വിഷൻ, എന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി എന്താ, അതൊന്ന് പറഞ്ഞു തരൂ. ആഗ്നസിന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി ആഗ്നസിന് അറിയില്ലേ? നിങ്ങൾ എവിടെയല്ല വളർന്നത്? തെറ്റിപ്പോയി വിഷൻ, വഴി തെറ്റിപ്പോയി. പെട്ടെന്ന് ആഗ്നസിന്റെ കണ്ണൊക്കെ നിറയാൻ തുടങ്ങി. ഈ സമയത്ത് വിഷൻ നോമിന്റെ തലയിൽ തൊട്ടതുപോലെ ആഗ്നസിന്റെ തലയിൽ തൊടുവാണ്. അതോടെ ആഗ്നസും വാണ്ടയുടെ മൈൻഡ് കൺട്രോളിൽ നിന്ന് കുറച്ചു നേരത്തേക്ക് പുറത്തു വരുവാണ്. അവളും നോം ചെയ്ത പോലെ തന്നെ പേടിക്കാൻ തുടങ്ങി. ഹേയ് പേടിക്കണ്ട ആഗ്നസ്, ഇത് ഞാനാണ് വിഷൻ. വിഷൻ, താൻ അവെഞ്ചേഴ്സിലുള്ളതല്ലേ? താൻ സൂപ്പർ ഹീറോ ആയിട്ടുള്ള വിഷൻ അല്ലേ? ഞങ്ങളെ സഹായിക്കാൻ വന്നതാണോ? എത്രയും പെട്ടെന്ന് ഞങ്ങളൊന്ന് സഹായിക്കണം. ആഗ്നസ്, ഞാൻ വിഷൻ തന്നെയാ, എനിക്ക് നിന്നെ സഹായിക്കണം എന്നുണ്ട്. പക്ഷെ എന്താ ഈ അവെഞ്ചേഴ്സ്? അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. വാട്ട്? അവെഞ്ചേഴ്സ് ടീമിലുണ്ടായിരുന്ന ആൾക്ക് അവെഞ്ചേഴ്സ് എന്താണെന്ന് അറിയില്ലേ? നീ ശരിക്കുള്ള വിഷനാണോ? അല്ല, വിഷൻ മരിച്ചതല്ലേ? നോ നോ ആഗ്നസ്, എന്തായി പറയുന്നത്? ഞാൻ മരിച്ചെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ഇങ്ങനെ നിൽക്കുക? ഞാൻ മരിച്ചിട്ടൊന്നുമില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം താൻ മരിച്ചതുകൊണ്ട് തന്നെ. ആഗ്നസ് കാര്യം തെളിച്ചു പറയൂ. മരിച്ചു വിഷൻ, നീ മരിച്ചു. ഞാൻ പറയുന്നത് സത്യ വിഷൻ, നീ ശരിക്കും മരിച്ചതാ. നീ പ്രേതമാണോ? ആഗ്നസ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാനിപ്പോ ശ്രമിക്കുന്നത് ഈ വെസ്റ്റ് യുവിന്റെ പുറത്ത് കടന്ന് എന്താ ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാനാ. അങ്ങനെയാണ് എനിക്ക് നിങ്ങളെയൊക്കെ സഹായിക്കാൻ പറ്റൂ. എങ്ങനെ വിഷൻ? നീ എങ്ങനെയാ ഞങ്ങളെ സഹായിക്കാൻ പോകുന്നത്? ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റില്ല. നിനക്കെന്നല്ല വേറൊരാൾക്കും പുറത്തു പോകാൻ പറ്റില്ല. പുറത്തു പോകാൻ അവൾ സമ്മതിക്കില്ല. വേണ്ട, നമ്മളെ ആരെയും വെറുതെ വിടില്ല വിഷൻ. പുറത്ത് കിടക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ പോലും അവൾ ആരെയും സമ്മതിക്കില്ല. എനിക്ക് വഴി തെറ്റി. ഞാൻ ഇനി എന്ത് ചെയ്യും വിഷൻ? എനിക്കിനി ഒരു വഴിയുമില്ല. അങ്ങനെ പറഞ്ഞ ആഗ്നസ് അവിടെ ഇരുന്ന് ഭ്രാന്ത് പിടിച്ചതുപോലെ ചിരിക്കാൻ തുടങ്ങി. ഒരുതരം സങ്കടം കൊണ്ടുള്ള ചിരിക്കൽ. ഇത് കണ്ടു നിൽക്കാൻ വിഷന് പറ്റാത്തതുകൊണ്ട് അവൻ ആഗ്നസിന്റെ തലയിൽ തൊട്ട് അവളെ പഴയ പോലെ തന്നെ ആക്കുവാണ്. ആഗ്നസ് വീണ്ടും വാണ്ടയുടെ മൈൻഡ് കൺട്രോളിലായി. ആഗ്നസ്, ഞാൻ പറയുന്ന കേൾക്ക്. നമ്മുടെ പ്രശ്നം എന്താണെന്ന് എനിക്കിപ്പോ ശരിക്കും അറിയില്ല. പക്ഷെ ഞാൻ നിനക്ക് വാക്ക് തരുന്നു, നിങ്ങളെ ഞാൻ രക്ഷിക്കും. ആഗ്നസിനെ ഞാൻ രക്ഷിക്കും. അല്ല, ഇതാരാ വിഷനോ? നീ എപ്പോഴും ഇവിടെ വന്ന്? ഇത്ര നേരമായിട്ട് ഞാൻ കണ്ടേയില്ലല്ലോ. ഓ, ഞാൻ പെട്ടെന്ന് തിരിച്ചു തരട്ടെ. വാണ്ട അവിടെ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. ഇതെന്താ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്? പെട്ടെന്ന് അങ്ങോട്ട് വാ കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ ആഗ്നസ് തിരിച്ച് വണ്ടി ഓടിച്ചു പോയി. ഇതൊക്കെ കണ്ടിട്ട് വിഷന് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട്. വാണ്ടയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും വാണ്ടയാണ് എല്ലാവരെയും മൈൻഡ് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും ഈ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നവര് ശരിക്കും ഒരുപാട് വേദനയിലും വിഷമത്തിലും ആണെന്നും വിഷന് മനസ്സിലായി. മുൻപൊരു സംശയമായിരുന്നു, ഇപ്പൊ ഏറെക്കുറെ ഉറപ്പായി. പക്ഷെ പുതിയൊരു കാര്യം വിഷൻ കേട്ടു. വിഷ്ണു ഒരു അവെഞ്ചർ ആയിരുന്നെന്നും വിഷൻ മരിച്ചുപോയെന്നും. ഇതിനെപ്പറ്റി വിഷ്ണു ഒരു അറിവുമില്ല. നിങ്ങൾ അത് ശ്രദ്ധിക്കണം. എന്താണ് താനൊരു അവെഞ്ചർ ആയിരുന്നു എന്നുള്ള കാര്യം ഈ വിഷന് ഓർമ്മയില്ലാത്തത്. താനോസ് വിഷനെ കൊന്നുകളഞ്ഞ കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. ആ ബോഡി പിന്നീട് സോഡിന്റെ കയ്യിൽ കിട്ടിയെന്നും നമ്മൾ കണ്ടു. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ വിഷൻ അതൊന്നും ഓർമ്മയില്ലാത്തത്? ഒരുപക്ഷെ റോബോട്ട് ആയതുകൊണ്ട് മെമ്മറിയൊക്കെ ഡിലീറ്റ് ആയി പോയതായിരിക്കും, അറിയില്ല. എന്തായാലും ഹാപ്പി ഹാലോയും പറഞ്ഞ് ആഗ്നസ് പോയി കഴിഞ്ഞ് വിഷൻ വീണ്ടും ഹെക്സ് ബോർഡറിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഇപ്പൊ അവന്റെ തൊട്ട് മുന്നിലാണ് ബോർഡർ. പക്ഷെ അവിടെ ഒരു സ്റ്റോപ്പ് സൈൻ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് വാണ്ടയുടെ പണിയായിരിക്കും. പക്ഷെ വിഷൻ എന്ന സത്യം അറിയാൻ തന്നെ തീരുമാനിച്ചു. അവൻ ഹെക്സിന്റെ അതിർത്തികളിലേക്ക് നടന്നു നീങ്ങി. അവിടെ പുറത്താണെങ്കിൽ മോണിക്കയ്ക്ക് ഒരു ഗുഡ് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ഹെക്സിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയ ഒരു വണ്ടി ഉണ്ടാക്കാൻ അവൾ കുറച്ച് പേരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ വണ്ടിയുടെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അപ്പോഴാണ് ഡാർസി പറയുന്നത്, തൽക്കാലം മോണിക്ക ഇനി വീണ്ടും ഉള്ളിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലതെന്ന്. കാരണം എന്താന്ന് വെച്ചാൽ മോണിക്ക ഒരു വട്ടം ഉള്ളിലേക്ക് കയറി. രണ്ടാം വട്ടം വാണ്ട പുറത്തേക്ക് തെറിപ്പിച്ച് കളഞ്ഞപ്പോഴും അവൾ ഈ എനർജി ഷീൽഡിൽ കൂടെ തന്നെയാണ് പുറത്തേക്ക് വീണത്. എന്നിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴോ ഒന്നും കാണാനുമില്ല, ഒരു ലൈറ്റ് മാത്രം. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ രണ്ടു വട്ടം ഇങ്ങനെ അങ്ങോട്ട് കയറിയപ്പോഴും ഇറങ്ങിയപ്പോഴും അത് അവളുടെ DNA തന്നെ മാറ്റിമറിച്ചു. ഒരുപക്ഷെ ഇതൊരു അസുഖമായിരിക്കാം, ഒരുപക്ഷെ ക്യാൻസർ ആയിരിക്കാം. എന്ത് തന്നെയായാലും ഇനി ഒരു വട്ടം കൂടി അതിന്റെ ഉള്ളിൽ കൂടെ കയറിയാൽ മോണിക്കയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാവും. ആദ്യം മോണിക്ക ഒന്ന് സാഡ് ആയെങ്കിലും അവൾ പെട്ടെന്ന് അവളുടെ അമ്മയെ പറ്റി ആലോചിക്കുകയാണ്. അവർക്ക് ക്യാൻസർ ആയിരുന്നു, പക്ഷെ അപ്പോഴും അവർ തോറ്റു കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ലോകത്തിന് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാവോ അതൊക്കെ മോണിക്കയുടെ അമ്മയായിട്ടുള്ള മരിയ റാംബോ ചെയ്തിട്ടുണ്ട്. അവസാന നിമിഷം വരെ അമ്മയ്ക്ക് ക്യാൻസർ വരുന്നതും അവരതി കൂടെ കടന്നു പോകുന്നതും പിന്നെ കുറെ നാളത്തേക്ക് ക്യാൻസർ മാറിയതും ഇങ്ങനെ പല പല കാര്യങ്ങളും മോണിക്ക നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ക്യാൻസറിനെ ഒന്നും പേടിയില്ല. അവളുടെ ജീവൻ കൊടുത്തിട്ടായാലും അവൾ വെസ്റ്റ്യൂവിന്റെ ഉള്ളിലുള്ളവരെ രക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അത് മാത്രമല്ല, ഇപ്പൊ ഇവർ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ടൈലർ ഹേവാർഡ് വീണ്ടും ഹെക്സിന്റെ ഉള്ളിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുകയും പിന്നെ അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യും. മിസ്റ്റർ വൂവും മോണിക്കയും കൂടി പുറത്തേക്ക് പോവാണ്. പക്ഷെ ഡാസി വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ മിസ്റ്റർ ടൈലർ ഹേവാർഡിന്റെ കമ്പ്യൂട്ടറിലേക്ക്
ഹാക്ക് ചെയ്ത് കയറിയെങ്കിലും ചില ഫയലുകൾ വളരെ സേഫ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഡാർസിക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പൊ തന്നെ ഡാർസിക്ക് മനസ്സിലായി ഇതിലെന്തോ ഒരു തരികിടയുണ്ടെന്ന്. എന്താണ് ഈ ടൈലർ ഹേവാർഡ് ശരിക്കും ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അങ്ങനെ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഡാർസി അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്തായാലും ഡാർസിക്ക് വരെ കണ്ടെത്താൻ വേണ്ടി അവരുടെ ലൊക്കേഷൻ ഉടനെ അയച്ചു തരാമെന്ന് മോണിക്ക് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നു. ഈ സമയത്ത് ഹാലോവിൻ നൈറ്റ് ആയിട്ട് എല്ലാവരും ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. പീട്രോയും വാണ്ടയും കൂടി അതിന്റെയൊക്കെ നടുക്കുകൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നു. പീട്രോ, നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോ പണ്ടത്തെ പോലെയൊന്നുമല്ല ഒരു വീട്ടമ്മയായിട്ട് ഒതുങ്ങിപ്പോയെന്ന്. പക്ഷേ ഈ ലൈഫ് എനിക്ക് ശരിക്കും ഇഷ്ടമാവുന്നുണ്ട്. എനിക്കിപ്പോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നീ പറഞ്ഞത് ശരി വേണ്ട. നിന്റെ ലൈഫ് കണ്ട് എനിക്ക് സന്തോഷമുണ്ട്. അത് മാത്രമല്ല നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ കണ്ട് അവർക്കും സന്തോഷമായനെ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ പിള്ളേരെയൊക്കെ ഇത്ര നാൾ എവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നത്? എന്താ പീട്രോ, പിള്ളേരെ ഞാനെന്തിനാ ഒളിപ്പിക്കുന്നത്? അല്ല, ഇതുവരെ ഇവിടെ പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിവിടെ നിറച്ച് പിള്ളേരെ കാണാനും ഉണ്ട്. അതെങ്ങനെ പെട്ടെന്ന് പിള്ളേരോട് വന്നത്? സത്യം പറ, നീ പിള്ളേരെ എവിടെ ഒളിപ്പിച്ചിരുന്നത്? അതോ അവരെ നീ എണിക്കാൻ പറ്റാത്ത പോലെ മയക്കി കെടുത്തിരിക്കുമായിരുന്നു? എനിവേ, എനിക്കിവിടെ വലിയ റോളൊന്നും ഇല്ലെന്നറിയാം. പിന്നെ ഞാൻ എന്തിനതൊക്കെ ചോദിക്കുന്നതായിരിക്കും നീ വിചാരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. വേണ്ട, നീ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നമൊന്നും തോന്നുന്നില്ല. അല്ലെങ്കിലേ ഇവിടെയുള്ളവര് ഒരുമാതിരി ഡിപ്രഷൻ പിടിച്ച പോലെയായിരുന്നു. പക്ഷെ നീ ഇവിടെയൊക്കെ മാറ്റിമറിച്ചപ്പോ ഇപ്പൊ ചുറ്റും നോക്കുമ്പോ എല്ലാവരും സന്തോഷത്തില്ല. നിനക്ക് സന്തോഷം, ബാക്കിയുള്ളവർക്കും സന്തോഷം. പിന്നെ നീ ഇപ്പൊ അവരെ കൺട്രോൾ ചെയ്തെന്ന് വെച്ച് എന്താ കുഴപ്പം? വെസ്റ്റിലുള്ള എല്ലാവരും കുടുംബമായിട്ട് സന്തോഷത്തോടെ തന്നെയല്ലേ ജീവിക്കുന്നത്. നീ ചെയ്ത് തെറ്റൊന്നും അല്ല. വേണ്ട, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പീട്രോപ്പം ഞാൻ ചെയ്യുന്നൊന്നും തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ലേ? നീ കാര്യമായിട്ടാണ് പറയുന്നത്? അല്ല വേണ്ട, എനിക്ക് നീ ചെയ്യുന്നതൊക്കെ ശരിക്കും ഇഷ്ടപ്പെട്ടു. എന്റെ പെങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. എന്തായാലും നീ സൂപ്പറാ. വേണ്ട, പിന്നെ ഞാൻ വെറുതെ ഒരു സംശയം ചോദിക്കുക, നീ എങ്ങനെയാ ഇതൊക്കെ ചെയ്യുന്നത്? എങ്ങനെയാ നിനക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ഇത്രയും പവർ എവിടുന്ന് കിട്ടി? ആദ്യം പീട്രോ പറയുന്നത് കേട്ടപ്പോ വാണ്ടയ്ക്ക് കുറച്ച് സന്തോഷമായി. കാരണം അവൾ ഈ ചെയ്യുന്നതൊന്നും തെറ്റല്ലെന്നാണ് പീട്രോ അവളോട് പറയുന്നത്. പക്ഷെ പിന്നീട് പീട്രോ ഇതൊക്കെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ വാണ്ട ആകെ കൺഫ്യൂഷനിലാവുന്നു. അവൾക്കത് പറയാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ഓർമ്മ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് അവൾ ഓർക്കാൻ ശ്രമിക്കുന്നില്ല. ഹേയ് സിസ്, ഇത് ഞാനാ നിന്റെ അനിയൻ. എന്തിനാ എന്നോട് മറച്ചു വയ്ക്കുന്നത്? വിഷ്ണുവോട് ചിലപ്പോൾ നിനക്ക് പല കാര്യങ്ങളും മറച്ചു വെക്കേണ്ടി വരും. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ. എന്നോട് പറ, മോൾ എങ്ങനെ ഇതൊക്കെ ചെയ്ത? പീട്രോ ഇതൊക്കെ എങ്ങനെ ചെയ്തെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ആ കൂടി ഓർമ്മയുള്ളത് ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടതുപോലെ എനിക്കൊരു തോന്നൽ വന്നു. എനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ പിന്നെ നടന്ന കാര്യങ്ങൾ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ മൊത്തത്തിൽ ഒരു ഇരുട്ട് മാത്രമാണ് ഓർമ്മ വരുന്നത്, വേറൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ് വാണ്ട കുറച്ച് ഇമോഷണലായി. അവൾക്ക് ശരിക്കും ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ടായെന്ന് ഓർമ്മയില്ലെന്ന് തന്നെയാണ് വാണ്ടയുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ പിന്നെ അവൾ പീട്രോയെ തിരിഞ്ഞു നോക്കിയപ്പോൾ വാണ്ട അങ്ങോട്ട് ഞെട്ടിപ്പോയി. വെടിയുണ്ടകളേറ്റ് മരിച്ച് മരവിച്ച പീട്രോയുടെ ശരീരമാണ് വാണ്ടയ്ക്ക് കാണാൻ പറ്റുന്നത്. മുന്നൊരു വട്ടം വിഷനെ നോക്കിയപ്പോഴും വിഷന്റെ ഡെഡ് ബോഡിയാണ് വാണ്ടയ്ക്ക് കാണാൻ സാധിച്ചത്. അന്നും വാണ്ട ഷോക്കായി. ഇപ്പൊ പീട്രോയുടെ ഡെഡ് ബോഡി കണ്ടപ്പോഴും വാണ്ട ആകെ ഷോക്കായി. പക്ഷെ ഒന്നുകൂടി നോക്കിയപ്പോ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എന്താ മോളെ നീ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ അതിന് മാത്രം ഒന്നും ചോദിച്ചില്ലല്ലോ. ഞാൻ പേടിക്കുന്നൊന്നുമല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വാണ്ട ഈ പറയുന്നൊക്കെ കേട്ടിട്ട് പീട്രോ ഒരു വല്ലാത്ത രീതിയിലാണ് വാണ്ടയെ നോക്കുന്നത്. പക്ഷെ പുറത്ത് നമ്മുടെ ഡാർസി അവസാനം ഇത്ര നേരം തുറക്കാൻ പറ്റാതിരുന്ന ഫയൽസ് തുറന്നു. അത് കണ്ടവൾ ഞെട്ടിപ്പോയി. പ്രൊജക്ട് കാറ്ററാക്ട് എന്ന് പറയുന്ന പേരിൽ ഒരു പുതിയ മിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ടൈലർ ഹേവാർഡ്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ മരിച്ചുപോയ വിഷനെ വീണ്ടും ജീവൻ വെപ്പിച്ച് കൊണ്ടുവരാനുള്ള ഒരു പ്രൊജക്ട് ആയിരുന്നു ഈ പറയുന്ന പ്രൊജക്ട് കാറ്ററാക്ട്. അങ്ങനെ വിഷനെ തിരിച്ചു കൊണ്ടുവന്ന് മിസ്റ്റർ ടൈലർ ഹേവാർഡിന് ആവശ്യമുള്ളതുപോലെ, അല്ലെങ്കിൽ സ്വാഡിന് ആവശ്യമുള്ളതുപോലെ ഉപയോഗിക്കാനായിരുന്നു അയാളുടെ പ്ലാൻ. ചിലപ്പോൾ അതിന്റെ ഇടയ്ക്കായിരിക്കും വിഷന്റെ ബോഡി വാണ്ട മോഷ്ടിച്ചുകൊണ്ട് പോയത്. അതുകൊണ്ടായിരിക്കും അയാൾക്ക് വാണ്ടയോട് ഇത്രയും കലിപ്പ്. എന്തായാലും ഡാർസി സമയം കളയാതെ ഈ ഫയലുകളൊക്കെ ജെയിംസ് സൂവിന് അയച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് ഡാർസിയും സ്വാഡിന്റെ ഓഫീസിലിരിക്കുന്ന ടൈലർ ഹേവാർഡും ടീമും ഒരുമിച്ച് കാണുന്ന ഒരു കാര്യമുണ്ട്. വിഷൻ ഹെക്സിന്റെ അതിർത്തി ഭേദിച്ച് പുറത്തേക്ക് കടക്കാൻ പോവുകയാണ്. അവൻ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. വിഷൻ ഹെക്സിന്റെ അതിർത്തിയിലുള്ള എനർജി ഷീൽഡിലേക്ക് ചെന്ന് നോക്കി. അവന് കാര്യം മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അവൻ അതിനെ തകർത്ത് വകഞ്ഞു മാറ്റി പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് റിയൽ വേൾഡിലേക്ക്. വിഷൻ അതിന് സാധിക്കുന്നില്ല. പക്ഷെ അവൻ അവന്റെ മാക്സിമം ശക്തിയെടുത്ത് ശ്രമിച്ചു. ഈ സമയത്ത് പുറത്തേക്ക് വരുന്ന വിഷനെ തടയാനാണെങ്കിലും ആക്രമിക്കാനാണെങ്കിലും എന്ത് ചെയ്യാനാണെങ്കിലും ഒരു പറ്റം സൈനികരെയും കൊണ്ട് ടൈലർ ഹേവാർഡ് അവിടെ വന്ന് അണിനിരക്കുന്നു. അങ്ങനെ വിഷൻ ഹെക്സിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. ഡാർസി അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ഇനി വളരെ വേദനാജനകമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വിഷന് ഹെക്സിന്റെ പുറത്തേക്ക് കടക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഹെക്സ് അവനെ പിന്നിലേക്ക് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ വീണ്ടും ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെസ്റ്റ്യൂ അവനെ പിന്നിലേക്ക് വലിക്കുന്നു. അതിനെ മറികടന്നാണ് വിഷൻ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. പുറത്തേക്ക് വന്നപ്പോൾ തന്നെ വിഷന് കാര്യം മനസ്സിലായി. എന്തൊക്കെയോ പ്രശ്നമുണ്ട്. കുറെ പേര് വെസ്റ്റ്യൂവിനെ നിരീക്ഷിക്കുന്നുണ്ട്. ഇതാണ് റിയൽ വേൾഡ്. വെസ്റ്റ്യൂവിലുള്ളത് റിയൽ അല്ല. പുറത്തേക്ക് തനിക്ക് കടക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് വിഷന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവൻ ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഹെക്സ് അവനെ പിന്നിലേക്ക് പിടിച്ച് വലിക്കുമ്പോൾ അവന്റെ ശരീരത്തിലെ ഓരോരോ ഭാഗങ്ങളായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് തിരിച്ചുള്ളിലേക്ക് തന്നെ പോവുകയാണ്. ഒരുപക്ഷെ വിഷൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ നടക്കാൻ പറ്റാതെ താഴെ മുട്ടുകുത്തിയിരിക്കുന്നു. ഇത് കണ്ട് ഡാർസിക്ക് വിഷമമായി. ഡാർസി ഓടി വന്ന് വിഷനെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്വാഡിന്റെ ആളുകൾ അവളെ തടയുന്നു. ഡാർസി തന്നെ രക്ഷിക്കാൻ വേണ്ടി ഓടി വരുന്നത് വിഷൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഈ സമയത്താണ് നമ്മൾ വാണ്ടയുടെ ഒരു മകനായിട്ടുള്ള ബില്ലിയുടെ പുതിയ പവർ തിരിച്ചറിയുന്നത്. ടോമിക്ക് സൂപ്പർ സ്പീഡിൽ ഓടാൻ കഴിവുണ്ടെങ്കിൽ ബില്ലിക്ക് എന്തായിരിക്കും കഴിവെന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ബില്ലിക്കാണ് ഏറ്റവും കൂടുതൽ കഴിവ് കിട്ടിയിരിക്കുന്നത്. ഏകദേശം വാണ്ടയുടേത് പോലെ തന്നെയുള്ള കഴിവുകൾ ബില്ലിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ അച്ഛനായിട്ടുള്ള
വിഷൻ എന്തോ പ്രശ്നത്തിൽപ്പെട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നത് ബില്ലിക്ക് സെൻസ് ചെയ്യാൻ സാധിച്ചു. സൂപ്പർ സ്പീഡിൽ ഓടി വരുന്ന ടോമിയെ ബില്ലി ഒരു കൈ കൊണ്ട് തടഞ്ഞു നിർത്തുന്നുണ്ട്, അതായത് വാണ്ട ചെയ്യുന്നത് പോലെ. സോ ടെലികൈനറ്റിക്കും ടെലിപ്പത്തിക്കും ആയിട്ടുള്ള കഴിവുകളാണ് ബില്ലിക്ക് കിട്ടിയിരിക്കുന്നത്, ഏകദേശം വാണ്ടയുടേതുപോലെ തന്നെ. അച്ഛൻ പ്രശ്നത്തിലാണെന്ന് മനസ്സിലായതോടെ ബില്ലിയും ടോമിയും കൂടി പെട്ടെന്ന് വാണ്ടയുടെ അടുത്തേക്ക് ഓടുവാണ്. അവൻ പേടിച്ച് അമ്മയോട് കാര്യം പറയാൻ തുടങ്ങി. അമ്മ, അച്ഛനെന്തോ പ്രശ്നമുണ്ട്, അച്ഛൻ നമ്മളെ വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു, എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്. എന്താ ബില്ലി പറയുന്നത്? അച്ഛൻ എവിടെയാന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പക്ഷെ അച്ഛന് ശരിക്കും എന്തോ കാര്യമായിട്ട് പറ്റുന്നുണ്ട്. അച്ഛന് പേടിക്കുന്നില്ല. എന്റെ പൊന്നു പെങ്ങളെ, നീ എന്തിനെ ടെൻഷൻ അടിക്കുന്നേ? ഒരു വട്ടം ചത്തുപോയ നിന്റെ ഭർത്താവ് പിന്നെ എങ്ങനെയാ ചാവുന്നേ? കാര്യം പീറ്ററോ ഒക്കെ ആണെങ്കിലും തന്റെ ഭർത്താവായിട്ടുള്ള വിഷനെ പറ്റി അങ്ങനെ പറഞ്ഞത് വാണ്ടയ്ക്ക് ഒട്ടും പിടിച്ചില്ല. വാണ്ട ഒരു ബ്ലാസ്റ്റ് കൊണ്ട് പീറ്ററോയെ ദൂരേക്ക് തെറിപ്പിച്ച് കളയുവാണ്. പിന്നെ പീറ്ററോ എണിക്കുന്നത് കണ്ടിട്ടില്ല. എന്തായാലും കിട്ടേണ്ടത് കിട്ടിയപ്പോ പീറ്ററോയ്ക്ക് സമാധാനമായി കാണും. എന്നെ മനസ്സിലായില്ലേ? ആ പഴയ ഉണ്ണേട്ടം തന്നെയാ. സൂക്ഷിച്ച്, പരിചയക്കാരെങ്കിലും ആരാന്ന് ചോദിച്ചാൽ ചന്ദ്രനിന്ന് വന്ന ബന്ധുവെന്ന് പറഞ്ഞാൽ മതി. ഇത് കണ്ട് ടോമി അന്തം വിട്ടുപോയി. തന്റെ മ്യാമനല്ലേ ആ വീണ് എടുക്കുന്നത്. എന്തായാലും വേണ്ട ബില്ലിയോട് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നു. ബില്ലി കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് വീണ്ടും നമ്മൾ ആ കാഴ്ചകളിലേക്ക് പോകുന്നത്. അവിടെ വിഷൻ താഴെ വീണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ശരീരത്തിലെ 25% ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് ഹെക്സിന്റെ ഉള്ളിലേക്ക് തന്നെ കയറിപ്പോയി. വിഷനെ പെണിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ അവൻ അവസാനമായിട്ട് എല്ലാവരോടും പറയുന്നത് ഉള്ളിലുള്ളവർ അപകടത്തിലാണ്, അവരെങ്ങനെയെങ്കിലും സഹായിക്കണമെന്നാണ്. അങ്ങനെ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് വിഷൻ അവിടെ വീഴുവാണ്. പക്ഷെ വീണ് കഴിഞ്ഞിട്ടും അവന്റെ ബോഡിയുടെ പാർട്ടുകൾ ഓരോന്നായി പൊളിഞ്ഞു തിരിച്ച് ഹെക്സിന്റെ ഉള്ളിലേക്ക് പോകുന്നു. എന്തായാലും വിഷന്റെ ഈ അവസ്ഥ ബില്ലിയുടെ പവറിന്റെ കൂടെ വാണ്ടയ്ക്ക് അറിയാൻ സാധിച്ചു. പിന്നെ അവൾ സമയം കളഞ്ഞില്ല. ഇനി കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന് വാണ്ടയ്ക്ക് മനസ്സിലായി. ഒരു നിമിഷം വാണ്ട കൈകൾ ഉയർത്തുമ്പോൾ ചുറ്റുമുള്ള എല്ലാം സ്റ്റക്കായി മാറുവാണ്. ഒരാൾ പോലും ഇപ്പൊ അനങ്ങുന്നില്ല. അതായത് വാണ്ട എന്തോ കാര്യത്തിന് വേണ്ടി തൽക്കാലം അവളുടെ പവറുകളെല്ലാം നിർത്തിവെച്ചു. അതായത് മറ്റുള്ളവരെ ഇപ്പൊ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നില്ല. ആ പവർ ഒക്കെ എടുത്ത് വാണ്ട ഒരു കാര്യം അങ്ങോട്ട് ചെയ്യുവാണ്. അവൾ ഹെക്സിന്റെ പരിധി അങ്ങോട്ട് കൂട്ടുവാണ്. ഇതുവരെ വെസ്റ്റ് വ്യൂ മാത്രം വരെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോ അത് വികസിക്കാൻ പോവുക. ഇപ്പൊ മറ്റൊരു കാര്യം മനസ്സിലായി കാണുമല്ലോ, എന്തുകൊണ്ടാണ് വെസ്റ്റ് വ്യൂവിന്റെ ബോർഡറിന്റെ അടുത്ത് വരുമ്പോൾ ആളുകൾ അനങ്ങാതെ നിൽക്കുന്നതും റിപ്പീറ്റ് അടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകളെ വാണ്ട കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അല്ലെങ്കിൽ വാണ്ട ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത് അവൾ നിൽക്കുന്നതിന്റെ അടുത്തുള്ള കൂടുതൽ ആൾക്കാരെയാണ്. ബോർഡറിന്റെ അടുത്തേക്ക് ഇവരൊക്കെ പോയില്ല എന്നാണ് വാണ്ട വിചാരിച്ചിരുന്നത്. പക്ഷെ വിഷൻ അങ്ങോട്ട് പോയി. സോ ഇങ്ങനെ ആയതുകൊണ്ടാണ് വാണ്ട നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അകന്നു പോകുന്തോറും ആളുകളുടെ മേലെ അവൾക്കുള്ള കൺട്രോൾ കുറഞ്ഞു വന്നുകൊണ്ടിരുന്നതും. അതുകൊണ്ട് തന്നെ കുറെ പേര് സ്റ്റക്കായിട്ടൊക്കെ നിന്നത്. ഈ സമയത്ത് കാറിൽ ദൂരെ പോയിക്കൊണ്ടിരിക്കുന്ന മിസ്റ്റർ വൂവും മോണിക്ക റാംബോയും ഈ കാഴ്ച കാണുന്നുണ്ട്. ഹെക്സ് വികസിക്കാൻ തുടങ്ങി. ഈ കാഴ്ച കണ്ട ഉടനെ തന്നെ അവർ കാർ സ്പീഡിലെടുത്ത് മുന്നോട്ട് പോവാണ്. കാരണം ഈ ഹെക്സ് ഇനി എന്തുമാത്രം വികസിച്ചു വരുമെന്നും എത്രത്തോളം ഏരിയ അതിന്റെ ഉള്ളിലാവുമെന്നും ഒരാൾക്കും അറിയില്ല. എന്തായാലും കാര്യം പന്തിയല്ലെന്ന് കണ്ടതോടെ മിസ്റ്റർ ടൈലർ ഹേവാർഡ് തടി തപ്പാൻ തുടങ്ങി. അയാൾ പെട്ടെന്ന് വണ്ടിയെടുത്ത് അവിടെ നിന്ന് എസ്കേപ്പ് ആയി. സോഡിന്റെ മറ്റേ ഏജൻസിന്റെ കാര്യമൊന്നും അയാൾ ആലോചിച്ചില്ല. കൂടിപ്പോയവരെ 2-3 പേരെ അയാൾ വണ്ടി കയറ്റി കാണും. പക്ഷെ ഏറ്റവും പ്രശ്നം സംഭവിച്ചത് നമ്മുടെ ഡാർസിക്കാണ്. ഡാർസിയെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അവരവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. പാവത്തിന് അനങ്ങാൻ പോലും പറ്റിയില്ല. ഹെക്സിന്റെ പരിധി വികസിച്ച് അവളുടെ അടുത്തെത്തിയതോടെ അവളും അതിന്റെ ഉള്ളിലായി. ഇപ്പൊ ഡാർസി വെസ്റ്റ് വ്യൂവിലെ ഒരു കഥാപാത്രമാണ്. അവളും വാണ്ടയുടെ മൈൻഡ് കൺട്രോളിലായി. ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മാത്രം എങ്ങനെ എന്തിന്റെ കുഴപ്പമായത്? അവള് മാത്രമല്ല, ഈ ഹെക്സിന്റെ പരിധി വികസിക്കുമ്പോൾ ആരൊക്കെയാണോ അതിനുള്ളിലേക്ക് പോകുന്നത് അവരൊക്കെ ഫുൾ ചേഞ്ച് ആവുന്നുണ്ട്. സോഡിന്റെ മിക്ക ഏജൻസും അതിൽ പെട്ടുപോയി. ഹെലികോപ്റ്ററുകൾ സർക്കസ് കൂടാരത്തിലെ ബലൂണുകളായി മാറി. സോഡിന്റെ ടെന്റുകൾ സർക്കസ് കൂടാരങ്ങളായി മാറി. സോഡിന്റെ ഏജന്റുകളോ അവര് കോമാളികളായിട്ട് മാറി. അവരൊക്കെ ഇപ്പൊ അവിടെ നിന്ന് സർക്കസ് കാണിച്ചുകൊണ്ടിരിക്കുക. സോഡിന്റെ വണ്ടികൾ ഐസ്ക്രീം കൊണ്ടുപോകുന്ന ട്രക്കുകളായിട്ട് മാറി. ടൈലർ ഹേവാർഡിന്റെ വണ്ടി കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്. അങ്ങനെ കെട്ടിടങ്ങളും റോഡും ചെടികളും എല്ലാം എന്ന് പറഞ്ഞാൽ വാണ്ട പരിധി നിശ്ചയിച്ചിരിക്കുന്ന അത്രയുമുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ വാണ്ടക്ക് ഇഷ്ടമുള്ളതുപോലെ ചേഞ്ച് ആവുകയാണ്. മിസ്റ്റർ ടൈലർ ഹേവാർഡ് സോഡിന്റെ ഏജൻസിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ടീമിന്റെ അടുത്തേക്ക് വോയിസ് അയക്കുന്നുണ്ട്. പക്ഷെ റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. റിപ്ലൈ കിട്ടാനായിട്ട് ഇപ്പൊ അവിടെ ഏജൻസ് ഒന്നും ഇല്ല. അവിടെ ഫുള്ള് കോമാളികളാണ്. ഹെക്സ് വലുതായിക്കൊണ്ടിരുന്നു. പക്ഷെ ഏറ്റവും വലിയ ചോദ്യം നമ്മുടെ വിഷൻ എന്ത് പറ്റി? തീർച്ചയായിട്ടും വിഷനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വാണ്ട ഈ ഹെക്സിന്റെ പരിധി കൂട്ടിയത്. വാണ്ട വിചാരിച്ചതുപോലെ തന്നെ വിഷൻ അതിന്റെ പരിധി വന്നപ്പോ, അതായത് തിരിച്ച് ഹെക്സിന്റെ ഉള്ളിലായി കഴിഞ്ഞപ്പോ അവന്റെ ബോഡിയൊക്കെ പഴയതുപോലെ തന്നെയായി. വാണ്ട അവളുടെ കണ്ണുകൾ തുറക്കുന്നു. അവളുടെ കണ്ണുകളിൽ ഇപ്പോ ചുവപ്പ് നിറമാണ് കാണാൻ പറ്റുന്നത്. അതായത് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അത്ര നല്ലതായിരിക്കില്ല. അങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി നമുക്ക് സമയം കളയാതെ അടുത്ത എപ്പിസോഡിലേക്ക് കടക്കാം. കാരണം കുറെ പേര് ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ ത്രില്ലടിച്ച് നിൽക്കുന്നുണ്ടാവും. അടുത്ത ദിവസം വാണ്ട ഉറക്കെഴുന്നേൽക്കുമ്പോൾ അടുത്ത വിഷനെ കാണുന്നില്ല. വാണ്ട ഒറ്റയ്ക്കാണ് കിടക്കുന്നത്. അതായത് വിഷൻ ഇപ്പോഴും വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന പോലെ തന്നെ 1950കളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തുടങ്ങിയ ഈ ഷോ അല്ലെങ്കിൽ വെസ്റ്റ് വ്യൂവിന്റെ ഈ ഉൾഭാഗം പതുക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. 1950, 60, 70, 80, 90 അങ്ങനെ കാലഘട്ടം
കാലഘട്ടം മാറി മാറി ഇപ്പൊ 2000കളിലേക്ക് എത്തി. ഏകദേശം ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന അമേരിക്കൻ TV ഷോസിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിലെ പല ഷോസിലെയും ക്യാരക്ടേഴ്സ് കാണുന്ന നമ്മളോട് സംസാരിക്കും. ഇതിനെ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് എന്നാണ് വിളിക്കുക. ഈ എപ്പിസോഡ് എന്തായാലും ആ മോഡലിലുള്ളതാണ്. ഹേയ് ഗൈസ്, സത്യം പറയാലോ, ചില കാര്യങ്ങളിൽ നമ്മൾക്ക് എല്ലാവർക്കും കുറ്റബോധം തോന്നും. പക്ഷെ തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ആലോചിക്കില്ലല്ലോ. ഇന്നലെ പെട്ടെന്ന് എന്റെ കൺട്രോൾ വൈപ്പ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഞാൻ ഈ വെസ്റ്റ്യൂവിന്റെ പരിധി അങ്ങോട്ട് കൂട്ടി. എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അതിലെനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ എനിക്കുള്ള ശിക്ഷയായിട്ട് ഇന്നിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയാണോ വേണ്ട നമ്മളോട് പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ പല ക്യാരക്ടേഴ്സും നമ്മളോട് ഇങ്ങനെ പറയും. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പറയാൻ പാടില്ല. അങ്ങനെ വേണ്ട ഉറക്കം എഴുന്നേക്കുന്നു. അപ്പോഴാണ് ബില്ലിയും ടോമിയും ഓടി വന്ന് പരാതികൾ പറയാൻ തുടങ്ങുന്നത്. പിള്ളേര് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമിന് ഭ്രാന്ത് പിടിച്ചെന്നാണ് അവർ പറയുന്നത്. എന്താണ് കാര്യം എന്ന് വെച്ചാൽ അവർ ഈ ജോയ്സ്റ്റിക്ക് പിടിച്ച് വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഏകദേശം ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ഇങ്ങനെയുള്ള ഗെയിമുകളാണ് കളിക്കാറ്. പക്ഷെ ഇന്നലെ രാത്രി ഭയങ്കരമായിട്ട് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വെസ്റ്റ്യൂവിന്റെ മേലുള്ള വാണ്ടയുടെ കൺട്രോൾ പോകാൻ തുടങ്ങി. വാണ്ടയ്ക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വയ്യ. ഇത്ര പവർ ഉപയോഗിക്കുന്നത് കൊണ്ടും വാണ്ടയ്ക്ക് നിയന്ത്രിക്കേണ്ട ആളുകളുടെയും സ്ഥലത്തിന്റെയും പരിധി തലേദിവസം ഭയങ്കരമായിട്ട് കൂട്ടിയതുകൊണ്ടും വാണ്ട ഭയങ്കരമായിട്ട് ടയർഡായി. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും പോലും ഇതൊക്കെ കൺട്രോൾ ചെയ്യേണ്ടത് വാണ്ടയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വാണ്ട ക്ഷീണിച്ചു പോകുമല്ലോ. അതുകൊണ്ടാണ് വാണ്ടയുടെ ഇവിടെയുള്ള കൺട്രോൾ പോകാൻ തുടങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ട് പല സാധനങ്ങളും 1950 മുതലുള്ള കാലഘട്ടത്തിലെ പല സ്റ്റേജുകളിലേക്ക് പോവുകയാണ്. അതിങ്ങനെ കാലഘട്ടം മാറി കളിക്കുന്നു. പെട്ടെന്ന് കയ്യിലിരിക്കുന്ന ജോയ്സ്റ്റിക് കുറച്ചുകൂടി പണ്ടത്തെ ഒരു ഡിവൈസ് ആവുന്നു. പിന്നെ അത് കാർഡുകളായി മാറുന്നു. കാരണം പണ്ടത്തെ കാലത്ത് വീഡിയോ ഗെയിം ഉണ്ടായിരുന്നല്ലോ. ആ കാലഘട്ടത്തിൽ കുട്ടികൾ എന്തായിരിക്കും കളിച്ചിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും കാർഡുകൾ വെച്ചായിരിക്കും കളിക്കുക. അതുകൊണ്ടാണ് ഈ ഗെയിമിങ്ങിന്റെ സംഭവം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് പിള്ളേർക്ക് പേടിയായി. വാണ്ടയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പിള്ളേർക്ക് അറിയില്ലല്ലോ. പക്ഷെ പിള്ളേരെ ഒന്ന് വിളിക്കുമ്പോഴും വാണ്ട എണിക്കുന്നില്ല. അമ്മയ്ക്ക് ഇന്ന് ശരിക്കും വയ്യ, ഞാനൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ പിള്ളേരെ എന്നാണ് വാണ്ട അവരോട് പറയുന്നത്. ആ സമയത്ത് ബില്ലി പറയുന്നുണ്ട് അവന്റെ തലയുടെ ഉള്ളി മുഴുവൻ ഭയങ്കര ഒച്ചയും ബഹളവും കേട്ടുകൊണ്ടിരിക്കുവാന്ന്. കാര്യം എന്താന്ന് വെച്ചാൽ ബില്ലിക്ക് വാണ്ടയുടേതിന് സമാനമായിട്ടുള്ള പവേഴ്സ് ആണല്ലോ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന് മറ്റുള്ളവരുടെ മൈൻഡിലെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് അവൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് വെസ്റ്റ്യൂവിലുള്ള എല്ലാവരുടെയും മൈൻഡിലെ കാര്യങ്ങൾ അവന്റെ തലയിലേക്ക് ഇങ്ങനെ വരുന്നത്. അത് അവന് നിർത്താൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒച്ചയും ബഹളവും കേൾക്കുന്നതായിട്ട് അവൻ പറയുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് വാണ്ട എണിക്കാൻ തയ്യാറാവുന്നില്ല. അവൾക്ക് ശരിക്കും വയ്യാതായി. അത് തന്നെയാണ് കാര്യം. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ വാണ്ടയ്ക്ക് ഒരു കുറ്റബോധം വരാൻ തുടങ്ങിയിട്ടുണ്ട്. എത്രയൊക്കെ ശ്രമിച്ചാലും റിയാലിറ്റി എല്ലാ കാലത്തേക്കും മാറ്റി നിർത്താൻ പറ്റില്ല എന്നായിരിക്കും വാണ്ടയുടെ ഉള്ളിൽ തോന്നുന്നത്. താഴെ പിള്ളേര് അടികൂടിക്കൊണ്ടിരിക്കുമ്പോൾ വാണ്ട അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ തൽക്കാലം അതിലൊന്നും ഇടപെടാനായിട്ട് വാണ്ടയ്ക്ക് താല്പര്യമില്ല. അവൾക്ക് ഇപ്പൊ കുറച്ച് മനസമാധാനമാണ് വേണ്ടത്. വാണ്ട പെട്ടെന്ന് പോയി പാലെടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് പാലിന്റെ പാക്കറ്റ് ആണെങ്കിൽ കാലഘട്ടം മാറി കളിക്കുക. പുതിയതും പഴയതുമായിട്ടുള്ള പലതരം പാക്കിങ്ങിലേക്ക് അതിങ്ങനെ മാറി കളിക്കുന്നു. പക്ഷെ വാണ്ട അത് കാര്യമാക്കുന്നില്ല. വാണ്ട അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി. ഗൈസ്, നിങ്ങൾ പേടിക്കണ്ട. ഇതെന്താ ഇവിടുത്തെ സാധനങ്ങൾ ഇങ്ങനെ മാറി കളിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ഇനി ചിലപ്പോൾ എനിക്ക് തോന്നുന്നതാണോ അതോ നിങ്ങൾക്ക് തോന്നുന്നതാണോ? ഐ ഡോണ്ട് നോ. അങ്ങനെ വാണ്ട പറയുമ്പോഴേക്കും ഇന്നത്തെ എപ്പിസോഡിന്റെ ഇൻട്രോ വരുവാണ്. ഇന്നത്തെ ഇൻട്രോയിൽ കാര്യമായിട്ടൊന്നുമില്ല. പല സ്ഥലത്ത് വാണ്ട 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 എന്ന് എഴുതി കാണിക്കുന്നതാണ് ഇന്നത്തെ ഇൻട്രോ. ഈ സമയത്ത് പുറത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. വെസ്റ്റ്യൂവിന്റെ പരിധി വിട്ട് ഹെക്സ് ഒരുപാട് വലുതായിട്ടുണ്ട്. എന്തായാലും കുറെ കഴിഞ്ഞപ്പോ ഈ ഹെക്സ് ഇങ്ങനെ വ്യാപിക്കുന്നത് തൽക്കാലം നിന്നു. അപ്പ സോഡയിലെ ബാക്കിയുള്ള ആളുകളും മിസ്റ്റർ ടൈലർ ഹേവാർഡും കൂടി അവിടെ പുതിയ ടെന്റ് അടിക്കുവാണ്. അയാൾക്ക് ഇപ്പോഴും മതിയായിട്ടില്ല. ഈ തെണ്ടി കാരണം പാവം ഡാസി അതിന്റെ ഉള്ളിൽ പെട്ടുപോയി. എന്തായാലും സോഡിന്റെ ഒരു ഏജന്റ് വന്ന് വാണ്ടാവിഷൻ TV ഷോ ഇപ്പൊ കാണാൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ട്. അതായത് ഡാസി കണ്ടുപിടിച്ചതുപോലെ വെസ്റ്റ്യൂവിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സിഗ്നൽ പിടിച്ചെടുത്തിട്ടാണ് ഈ സോഡിന്റെ ടീം വാണ്ടാവിഷൻ TV സീരീസ് കാണാറുള്ളത്. ആ സിഗ്നൽ ഇപ്പൊ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ഇനി അവർക്ക് കാണാൻ പറ്റില്ല. മിക്കവാറും വാണ്ട തന്നെയായിരിക്കും അത് ചെയ്തത്. പക്ഷെ ടൈലർ ഹേവാർഡിന്റെ പ്ലാൻ എപ്പോഴും എങ്ങനെയെങ്കിലും ഹെക്സിന്റെ ഉള്ളിലേക്ക് കടക്കണമെന്നാണ്. ഈ സമയത്ത് വിഷൻ കണ്ണുനോർക്കുന്നു. ഇന്നലെ വീണ് കിടന്ന അതേ സ്ഥലത്താണ് വിഷൻ ഇതുവരെ കിടന്നത്. എന്തോ കാരണം കൊണ്ട് ഇതുവരെ വിഷന് ബോധം വന്നിട്ടില്ല. ഇപ്പോഴാണ് അവൻ എണീക്കുന്നത്. അവൻ ചുറ്റും നോക്കിയപ്പോ ഒരു സർക്കസ് കൂടാരവും കുറെ കോമാളികളെയാണ് കാണുന്നത്. ഇതൊക്കെ ഇന്നലെ കോമാളികളായിട്ട് മാറിയ സോഡിന്റെ ഏജൻസ് ആണ്. അവർക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഹെക്സിന്റെ ഉള്ളിലേക്ക് കടന്നതോടെ അവരുടെയൊക്കെ മൈൻഡ് ചേഞ്ച് ആയി. ഇപ്പൊ അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് അവരൊക്കെ ജംബോ സർക്കസ് കാണിക്കാൻ വന്ന ജോക്കേഴ്സ് ആണെന്നാണ്. വിഷനും കാര്യമൊന്നും പിടിയിട്ടില്ല. ഇന്നലെ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോ ഇങ്ങനെയുള്ള കാര്യമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അവസാനമായിട്ട് താൻ താഴെ വീഴുന്നതും മുന്നിൽ നിൽക്കുന്ന കുറെ പേരെ കാണുന്നതുമാണ് വിഷൻ ആകെ കൂടി ഓർമ്മയുള്ളത്. പെട്ടെന്ന് ഒരാൾ ഓടിക്കയറി വന്ന് വിഷനും സർക്കസിലേക്കുള്ള കോമാളിയാണോ എന്ന് ചോദിക്കുന്നു. ഇനി സർക്കസ് കളിക്കാൻ വന്നതാണെങ്കിൽ പെട്ടെന്ന് പോയി മേക്കപ്പ് ഇട്ടിട്ട് വരാനും പറയുന്നു. സത്യത്തിൽ ഇത് സോഡിന്റെ ഒരു ഏജന്റ് ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആദ്യമായിട്ട് ഡാർസി ഇങ്ങോട്ട് വന്നപ്പോ അവളെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഈ ഏജന്റാ. ഇയാളാണ് ഡാർസി കോഫി ചോദിച്ചിട്ടും അത് കൊടുക്കാതെ പോയത്. അപ്പൊ ദേ നിൽക്കുന്നു ഡാർസി അവിടെ ചങ്ങല കൊണ്ട് കെട്ടിവെച്ചിരിക്കുക. അവൾക്കും ഇപ്പൊ പഴയ കാര്യങ്ങൾ ഓർമ്മയില്ല. അവളുടെ മൈൻഡിൽ അവൾ സർക്കസ് കളിക്കാൻ വന്നിരിക്കുന്ന ഒരാൾ മാത്രമാണ്. ഇങ്ങനെ ആൾക്കാരെ കെട്ടിവെച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു ട്രിക്ക് കാണിക്കാറുണ്ടല്ലോ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡാർസി ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സർക്കസ് കളിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇപ്പൊ ഞാൻ അത്യാവശ്യം ഫേമസാ. എത്ര വലിയ ചങ്ങലയിട്ട് കൂട്ടിയാലും ഞാൻ അതിൽ നിന്ന് ഊരി പുറത്തു വരും. ഇതാണ് എന്റെ കഴിവ്. സത്യം പറഞ്ഞാൽ ഞാൻ കാരണം ഈ സർക്കസ് നിലനിന്ന് പോകുന്നത്. എന്നിട്ട് ശമ്പളം കൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂട്ടുന്നില്ല. ഒരു കോഫി ചോദിച്ചാൽ തരത്തില്ല. അല്ലെങ്കിൽ ഈ സർക്കസ് മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഈ സമയത്ത് ഡാർസി കാണുന്ന വിഷന് ഇന്നലത്തെ കാര്യം ഓർമ്മ വരുവാണ്. വിഷൻ മരിക്കാൻ പോകുമ്പോൾ ഡാർസി മാത്രമാണ് അവന്റെ അടുത്തേക്ക് സഹായിക്കാൻ വേണ്ടി ഓടി വരുന്നത്. അവളെ സോഡിന്റെ ടീം തടഞ്ഞു നിർത്തിയെങ്കിലും ഈ കാഴ്ച കണ്ടത് വിഷൻ ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഡാർസിക്ക് തന്നെ സഹായിക്കാൻ പറ്റിയേക്കുമെന്ന് വിഷന് തോന്നുന്നുണ്ട്. പക്ഷെ അടുത്തേക്ക്
അങ്ങോട്ടേക്ക് സംസാരിക്കാൻ വരുന്ന വിഷനെ കാണുമ്പോൾ തന്നെ വളയ്ക്കാൻ വരുന്ന ഏതൊരു വായി നോക്കിയാന്നാണ് ഡാർസിയുടെ മനസ്സിൽ തോന്നുന്നത്. കാരണം അവൾക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലല്ലോ. ഡോഡോ മതി മതി, തന്റെ പോലെ വരുന്ന ആൾക്കാരുടെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം, അതൊന്നും എന്റെ അടുത്ത് വേണ്ട. ഹലോ, എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇന്നലെ രാത്രി നിങ്ങൾ എന്നെ കണ്ടിരുന്നു, ഞാൻ നിങ്ങളെയും കണ്ടിരുന്നു. എന്നെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ഓടി വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇയാൾ ഇതെന്തൊക്കെയാ പറയുന്നത്? എന്നെ വളയ്ക്കാൻ വേണ്ടി പല ആണുങ്ങളും പല കള്ളങ്ങളും പറയാറുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരാൾ ആദ്യമായിട്ട് പറയുന്നത്. അത് ശരി, വാലന്റൈൻസ് ഡേ ആയിട്ട് എന്നെ വളയ്ക്കാൻ ഇറങ്ങിയതാണല്ലേ? എനിവേ, ഹാപ്പി വാലന്റൈൻസ് ഡേ. നമ്മൾ തമ്മിൽ ഇന്നലെ കണ്ടിരുന്നു. ഞാൻ അവിടെ വീണ് മരിക്കാൻ പോയപ്പോ നീ എന്നെ സഹായിക്കാൻ വേണ്ടി ഓടി വന്നതാ, പക്ഷെ നിന്നെ ആരൊക്കെ പിടിച്ചു നിർത്തി. നിനക്കൊന്നും ഓർമ്മയില്ലേ? അയ്യ എന്റെ മോനെ, എന്റെ കണ്ണി നോക്കി ഇമാതിരി നുണ പറയുന്ന. എന്തായാലും ഒന്നും ഏറ്റിട്ടില്ല. താൻ സ്റ്റാൻഡ് വിട്, എന്നിട്ട് പോയി വേറെ ആളെ റൂട്ടാക്കാൻ നോക്ക്. എനിക്കിവിടെ അടുത്ത സർക്കസ് ചെയ്യാനുള്ളതാ. ഡാർസിക്കുന്ന തന്നെ മനസ്സിലാവാത്തെന്ന് വിഷ്ണാകെ കൺഫ്യൂഷനായി. പക്ഷെ അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവനറിയാം തന്നെ സഹായിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പക്ഷെ ഡാർസി ആയിരിക്കുന്നു. ഈ സമയത്ത് പിള്ളേർ അച്ഛനെ കാണാത്തതുകൊണ്ട് അമ്മയോട് പോയി അന്വേഷിക്കാൻ പറയുന്നുണ്ട്. മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, അച്ഛന് കുറച്ചു നേരം ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് തോന്നിയാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നിങ്ങളുടെ അച്ഛനെ ഇങ്ങോട്ട് വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ, അല്ലാതെ നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റും. അമ്മ, ഇന്നലെ രാത്രി അങ്കിള് വേറെ ഒരു കാര്യം പറഞ്ഞില്ലേ? അച്ഛൻ ഒരു വട്ടം മരിച്ചു പോയതാണ്. ഒരു വട്ടം മരിച്ച ആള് പിന്നെയും കൊല്ലാൻ പറ്റില്ല എന്നല്ല അങ്കിള് പറഞ്ഞു. അതെന്താ? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അതായത് അവൻ പറഞ്ഞു ഒന്നും കാര്യമാക്കണ്ട, അത് നിങ്ങളുടെ അങ്കിളൊന്നും അല്ല, അവനൊരു പ്രശ്നക്കാരനാ. അങ്കിളല്ലേ? അങ്കിളല്ലെങ്കിൽ പിന്നെ അത് ആരായിരുന്നു? അമ്മ തന്നെയല്ലേ ഞങ്ങളോട് പറഞ്ഞത് അത് അങ്കിളാന്ന്. എന്റെ അമ്മ, എന്റെ പൊന്നു പിള്ളേർ നോക്ക്, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ നിങ്ങളുടെ അമ്മയാ, അതൊക്കെ. പക്ഷേ ഞാൻ നിങ്ങളുടെ അമ്മയാന്ന് വെച്ച് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ആൻസർ എന്റെ കയ്യിൽ ഉണ്ടാവില്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്, മനസ്സിലായല്ലോ? എന്റെ അടുത്ത് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഉണ്ടാവില്ല. ഓക്കെ, എന്റെ കയ്യിൽ ഒരു ഉത്തരവില്ല. അപ്പൊ അമ്മ പോയി ഒന്ന് ഉറങ്ങട്ടെ. നോ, ഇനി ഒന്നും അമ്മയോട് ചോദിക്കരുത്. ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി തുടങ്ങി ഇതിലൊന്നും വലിയ അർത്ഥമില്ലെന്ന്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കുറച്ച് വൈകിട്ട് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം മക്കളെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വിശ്വസിച്ചു. ഞാനും അതാ ചെയ്യുന്നത്. അയ്യോ, ഞാൻ പറഞ്ഞായിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. എനിക്ക് വട്ടായിട്ടുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ അതല്ല. ശരിക്കും എനിക്ക് മതിയായി. പിന്നെ വിഷനൊന്നും പറ്റില്ലെന്ന് എനിക്ക് അറിയാമല്ലോ. കാരണം വിഷനെ വൈബ്രേനിയം കൊണ്ട് ഉണ്ടാക്കിയതാ. അങ്ങനെ ഒന്നും പറ്റില്ല. സമയമാകുമ്പോൾ തിരിച്ചു വന്നോളൂ. പിന്നെ പിള്ളേരുടെ അടുത്ത് ഞാൻ എന്തെങ്കിലും പെരുമാറുന്നതെന്ന് ചോദിച്ചാൽ അതും എനിക്ക് അറിയില്ല. ഇടയ്ക്ക് എന്റെ കൺട്രോൾ പോകുന്നതാ. ഭയങ്കര ടെൻഷൻ. എന്തായാലും പിള്ളേര് പിയട്രോയുടെ കാര്യം ചോദിക്കുമ്പോൾ വാണ്ട അതിന് ഉത്തരം കൊടുക്കുന്നില്ല. ഇന്നലെ നമ്മൾ അവസാനമായിട്ട് പിയട്രോയെ കണ്ടത് അവൻ പണിയായിരുന്നു വാങ്ങിയപ്പോഴാണ്. മരിച്ച വിഷനെ വീണ്ടും കൊല്ലാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വാണ്ട അവനെ തെറിപ്പിച്ച് കളയുന്നുണ്ട്. പിന്നെ അവനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ആള് ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും നമുക്കിപ്പോ അറിയില്ല. എന്തായാലും ആ പുതിയ പിയട്രോ തന്റെ അനിയനാണെന്നുള്ള ചിന്ത വാണ്ട മനസ്സിൽ നിന്ന് കളഞ്ഞിരിക്കുന്നു. പിള്ളേരോടും വാണ്ട അത് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ ടെൻഷനിലിരിക്കുമ്പോഴാണ് എപ്പോഴത്തെയും പോലെ ആഗ്നസ് അങ്ങോട്ട് കയറി വരുന്നത്. പക്ഷെ ഇപ്പൊ വാണ്ടയ്ക്കും വിഷ്ണെ പോലെ ചെറിയ ചില കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങി. എപ്പോഴൊക്കെ ഇവർക്ക് ആവശ്യങ്ങളുണ്ടോ അപ്പോഴൊക്കെ കറക്റ്റ് ആയിട്ട് ആഗ്നസ് കയറി വരുന്നുണ്ട്. അതെങ്ങനെ? എന്തായാലും വാതിൽ മുട്ടി വെക്കുമ്പോൾ വാണ്ടയ്ക്ക് ഉടനെ മനസ്സിലായി ഇത് ആഗ്നസ് തന്നെയായിരിക്കും. ഹായ് ഗായ്സ്, എന്തായാലും വാണ്ടയ്ക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ വരാറുണ്ട്. ഇന്നും അങ്ങനെ തന്നെ ചെന്ന്. ഞാൻ ചെന്നത് ഭാഗ്യമായി. എന്റെ വാണ്ടക്കുട്ടി അവിടെ വിഷമിച്ചിരിക്കുവായിരുന്നു. എന്ത് പറ്റിയാവും പാവത്തിന്? എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ ചെല്ലണമെന്ന് വെച്ചാൽ പിള്ളേരെ അമ്മ ടെൻഷൻ അടിച്ചിരിക്കുന്ന കണ്ടില്ലേ? എന്തിനാ അമ്മയെ ശല്യപ്പെടുത്തുന്നത്? ഒരു കാര്യം ചെയ്യും, മക്കൾ എന്റെ കൂടെ വാ. പിള്ളേരെന്ന് ഞാൻ നോക്കിക്കോളാം. വാണ്ടെന്ന് ഫ്രീ ആയിട്ടിരിക്കും. അങ്ങനെയെങ്കിലും മൈൻഡ് ഒക്കെ ഒന്ന് ശരിയാവട്ടെ. ആഗ്നസ് ശരിക്കുമാണ് പറയുന്നത്. എനിക്കിപ്പോ ഇത് ശരിക്കും ആവശ്യമുണ്ടായിരുന്നു. ഒന്ന് വിശ്രമിക്കണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ആഗ്നസിനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു സോ മച്ച് ആഗ്നസ്. അപ്പൊ പിള്ളേരെ നിങ്ങൾ ആഗ്നസിന്റെ കൂടെ പോയി കുറച്ചു നേരം അവിടെ ഇരിക്കും. അമ്മയ്ക്ക് നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കുന്നതാണ് ഉറങ്ങാനേ പറ്റുന്നില്ല. എന്തിനാ വേണ്ട താങ്ക്സ് ഒക്കെ പറയുന്നത്? ഇതൊക്കെ അയൽക്കാർ ചെയ്യേണ്ടതല്ലേ? ഇങ്ങനെയല്ലേ സഹായിക്കാൻ പറ്റൂ? എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തന്നെ പറ ഗൈസ്, നിങ്ങൾക്കുണ്ടോ എന്നെ പോലത്തെ അയൽക്കാർ ഇങ്ങനെ എന്താവശ്യം വന്നാലും സഹായിക്കാൻ ഓടി വരുന്ന? എന്നെ പോലെയുള്ള കുറച്ച് പേരൊക്കെ വേണ്ട ഈ നാട്ടിൽ. അങ്ങനെ പിള്ളേരെ ആഗ്നസ് കൊണ്ടുപോകുന്നു. ആ സമയത്ത് വാണ്ടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആശ്വാസം തോന്നുവാണ്. ഭയങ്കര ഫ്രീ ആയ പോലെ. ഇനി അവൾക്ക് ആരുടെ മുന്നിലും അഭിനയിക്കാനില്ല. അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. വീട്ടിൽ അവളെ ശ്രദ്ധിക്കാൻ വേറെ ആരും ബാക്കിയില്ല. അവൾ ഫുഡ് കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് TV കാണാൻ തുടങ്ങി. പക്ഷെ അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് ചുറ്റും ഇരിക്കുന്ന സാധനങ്ങളുടെയൊക്കെ ടൈം ലൈൻ മാറുന്നുണ്ട്. അതൊക്കെ പല പല കാലഘട്ടത്തിലേക്ക് ചേഞ്ച് ആവാൻ തുടങ്ങി. നേരത്തെ പിള്ളേരുടെ കയ്യിലിരുന്ന ഗെയിമിംഗ് കൺസോൾ ചേഞ്ച് ആയല്ലോ, അതുപോലെ ലൈറ്റും ഫാനും TVയും ഒക്കെ പല പല കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വാണ്ട പക്ഷെ ഒരു നിമിഷം കൊണ്ട് എല്ലാം തിരിച്ച് ശരിയാക്കുന്നുണ്ട്. പക്ഷെ ഇത്ര നാൾ ഇങ്ങനെ പവർ ഉപയോഗിക്കാതെ പോലും എല്ലാം ശരിക്കും നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് വാണ്ടയുടെ കൺട്രോൾ പോകാൻ തുടങ്ങിയത്. ഗൈസ്, ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ, ഐ എം ഫൈൻ. ഇതൊന്നും കണ്ട് ഞാൻ പേടിക്കില്ല. ഈ സമയത്ത് മിസ്റ്റർ ടൈലർ ഹെയ്വാർഡിന്റെ പ്ലാൻ ആയിട്ടുള്ള പ്രോജക്ട് കാറ്ററാക്റ്റിനെ പറ്റി ഡാർസി അയച്ച മെയിൽ മിസ്റ്റർ വുവിന് കിട്ടുവാണ്. അയാളും മോണിക്കയും കൂടി അതിരുന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതായിരുന്നു ടൈലർ തെണ്ടിയുടെ പ്ലാൻ. വിഷന്റെ ബോഡി തിരിച്ചെടുത്ത് അവനൊരു ആയുധമാക്കി മാറ്റി അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് അയാൾ ഈ ഹെക്സിനെ ചുറ്റിപ്പറ്റി ഇപ്പോഴും നിൽക്കുന്നത്. ടൈലർ ഹെയ്വാർഡിന്റെ പ്ലാൻ ഇതാണ്. വാണ്ടയ്ക്ക് ഇപ്പോഴും അറിയില്ല. ഇതുടനെ വാണ്ടയെ അറിയിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാം പ്രശ്നത്തിലാവും. പക്ഷെ ഉള്ളിലേക്ക് പോകാൻ മോണിക്കയ്ക്ക് ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവൾ ഒരു മിലിറ്ററി ഏജന്റിനോട് പറഞ്ഞേൽപ്പിച്ച പോലെ തന്നെ ഹെക്സിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റിയ ഒരു വണ്ടി അവർ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും കൊണ്ടുവന്ന ആളോട് മോണിക്ക് ഒരു വലിയ താങ്ക്സ് പറയുന്നു. ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. മേജർ ഗുഡ്നർ എന്നാണ് ഈ വണ്ടി തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്ന സ്ത്രീയുടെ പേര്. അവരൊരു മിലിറ്ററി ഏജന്റ് ആണ്. മാത്രമല്ല മോണിക്കയുടെ അമ്മയായിട്ടുള്ള മരിയ റാംബോയോട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ആളുമാണ്. അതുകൊണ്ടാണ് അവരുടെ മോളായിട്ടുള്ള മോണിക്കയെ ഇത്ര കാര്യമായിട്ട് സഹായിക്കുന്നത്. കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സാധനമാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം ഹെക്സിന്റെ ഉള്ളിലേക്ക് ഈസി ആയിട്ട് കടക്കാൻ പറ്റുമെന്ന്. എന്തായാലും അത് കണ്ടപ്പോൾ മോണിക്കയ്ക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി. ഈ സമയത്ത് സർക്കസ് കൂടാരത്തിൽ എല്ലാ ആളുകളും നല്ല പണിയില്ല. എന്തോ സർക്കസ് ഷോ നടക്കാൻ പോകുന്നു വിചാരിച്ചിട്ടാണ്
വെച്ചിട്ടാണ് അവരൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്. വിഷൻ ഡാർസിയുടെ പിന്നാലെ തന്നെയുണ്ട്. ഈ വായ നോക്കി ഒന്നും ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ ദൈവമേ എന്ന് വിചാരിച്ചിട്ടാണ് ഡാർസി ഇങ്ങനെ പെട്ടെന്ന് നടക്കുന്നത്. നോക്ക്, ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടി വരുന്നതല്ല. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ, ഇതിന്റെ പുറത്ത് ഉള്ളിലേക്ക് നിരീക്ഷിച്ച് കുറെ പേര് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു ടീം, ആ ടീമിലെ ഒരാളായിരുന്നു നിങ്ങൾ. നോക്കൂ മിസ്റ്റർ, എന്തായാലും വാലന്റൈൻസ് ഡേ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തന്റെ കൂടെ വരാം. പക്ഷെ ഉച്ചയ്ക്ക് കുഴിമന്തിയും രാത്രി ബിരിയാണിയും എനിക്ക് കിട്ടണം. പിന്നെ എന്റെ അനുവാദം ഇല്ലാതെ എന്റെ മേലെങ്ങാൻ തൊട്ടാ ഞാൻ ഒരു കുഴിമന്തി കൂടി ഓർഡർ ചെയ്യും. എന്തായാലും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് വിഷന് മനസ്സിലായി. അതുകൊണ്ട് വിഷൻ ഡാർസിയുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി അപ്പുറത്ത് നിൽക്കുന്ന കോമാളിയെ ചൂണ്ടിക്കാണിക്കുന്നു. ഡാർസി തിരിഞ്ഞതോടെ വിഷൻ അവളുടെ തലയിൽ കൈവയ്ക്കുവാണ്. നോമിനെയും ആഗ്നസിനെയും ചെയ്ത പോലെ അവൻ ഡാർസിയെയും ചെയ്യുന്നു. അങ്ങനെ അവളുടെ ശരിക്കുള്ള മൈൻഡ് തിരിച്ചു കിട്ടുന്നു. ഏയ്, നിങ്ങളുടെ ശരിക്കുള്ള ബോധം തിരിച്ചു വന്നു. ഇനിയെങ്കിലും ഞാൻ പറയുന്നു കേക്ക്. എന്റെ അമ്മ, എനിക്ക് എന്താ പറ്റി? ഇത് വിഷൻ അല്ലേ? ഓ മൈ ഗോഡ്, ഞാൻ നിങ്ങളുടെ ഷോയുടെ ഉള്ളിൽ വന്നല്ലേ. നിങ്ങളുടെ ഷോയുടെ ഉള്ളിൽ ഒരു ക്യാരക്ടർ ആവണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഞാനും നിങ്ങളുടെ ഷോക്ക് അഡിക്റ്റ് ആയിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു കോമാളിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങളുടെ ശരിക്കുള്ള പേരെന്താ? എന്റെ പേര് ഡാർസി ലൂയിസ്. ഞാനൊരു ആസ്ട്രോഫിസിസ്റ്റാ. ഈ വെസ്റ്റ്യൂവിൽ എന്ന് നടക്കുന്നത് അറിയാൻ വേണ്ടി സ്വോർഡ് എന്ന് പറയുന്ന ഒരു ഏജൻസി എന്നെ വിളിച്ച്. അങ്ങനെ അവസാനം ഞാനും ഇതിന്റെ ഉള്ളിൽ പെട്ടു. ഡോക്ടർ ഡാർസി ലൂയിസ്, നിങ്ങൾ അയച്ച ഒരു മെയിൽ എനിക്ക് കിട്ടിയിരുന്നു. ഞാനത് കമ്പ്യൂട്ടറിൽ വായിച്ചതാ. വെസ്റ്റ്യൂവിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഡാർസി, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ആ വണ്ടി കയറി ഒന്ന് സംസാരിച്ചു പോവാം. അല്ല മോളെ, നിന്റെ ട്രിക്ക് തുടങ്ങാൻ സമയമായല്ലോ. നീ ചങ്ങലേക്ക് ഊരിക്കളഞ്ഞോ? പിന്നെ ഞാൻ ഇന്ന് എവിടേക്കും വിടില്ല. നീ സർക്കസ് കളിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ പറഞ്ഞ അയാൾ ഡാർസിയുടെ കൈ പിടിച്ചതും ഡാർസി ഒറ്റയടിക്ക് അവനെ താഴെ കടത്തി. ചിലപ്പോ പുറത്തു വെച്ച് കോഫി ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ ദേഷ്യമായിരിക്കും ഡാർസി ഇവിടെ തീർത്തത്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ കിടക്കുന്ന ഒരു വണ്ടി എടുത്ത് നേരെ ഓടിച്ചു പോവാണ്. ഡാർസി, എന്റെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. എന്റെ പിള്ളേരിപ്പോ സേഫ് ആണോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കത് പറയാൻ പറ്റില്ല. വാണ്ടയുള്ളത് കൊണ്ട് മിക്കവാറും സേഫ് ആയിരിക്കും. ആ പിയട്രോ എന്ന് പറഞ്ഞു വന്നവനാരാ? അത് ശരിക്കും വാണ്ടയുടെ അനിയൻ തന്നെയാണോ? അത് എനിക്ക് മനസ്സിലായില്ല വിഷൻ. അവന്റെ മുഖമൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ അവര് തമ്മിൽ സംസാരിക്കുന്ന കണ്ടതൊന്നും ശരിക്കും ചേച്ചിയും അനിയനും ആണ്. ഡാർസിയും വിഷനും അങ്ങനെ പല പല കാര്യങ്ങൾ സംസാരിച്ച് പോയിക്കൊണ്ടിരുന്നു. സീൻ ചേഞ്ച് ആകുമ്പോൾ വാണ്ടയാണ് കാണിക്കുന്നത്. കുറെ നേരം അവൾ സമാധാനമായിട്ടിരുന്നു. പക്ഷെ പതുക്കെ പതുക്കെ വീണ്ടും അവളുടെ കൺട്രോൾ പോകാൻ തുടങ്ങി. അങ്ങനെ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ പല കാലഘട്ടത്തിലേക്ക് ചാടി കളിക്കാൻ തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് മുൻപത്തെ പല എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള പല സാധനങ്ങളും മിന്നി മാഞ്ഞു പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ കാണുന്ന കൊക്ക് പോലും ഇപ്പൊ വാണ്ടയ്ക്കാണെങ്കിൽ അത് ശരിയാക്കാനും പറ്റുന്നില്ല. ഗൈസ്, ഇതൊക്കെ എന്താ നടക്കുന്നത്, എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ദയവ് ചെയ്ത് തന്നെ സംശയിക്കരുത്. ഇതൊക്കെ എന്തെങ്കിലും മാറി കളിക്കുന്നത്, എനിക്കെന്താ അത് ശരിയാക്കാൻ പറ്റാത്തത്? ഐ ഡോണ്ട് നോ. എന്തായാലും ഗൈസ്, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വാണ്ടയോട് ചോദിക്കാൻ തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, ശരിക്കും വാണ്ട എന്തിനൊക്കെ ചെയ്യുന്നത്? ഹലോ, ആരും ഇപ്പൊ തന്നെ അങ്ങനെ ചോദിച്ചത്? നിങ്ങൾ ആരാ? ഷോയുടെ ഇടയ്ക്ക് എന്നോട് ഇങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞൂടെ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ അതിനില്ല. ഐ ആം സോറി. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മൾ ഇതിരുന്ന് കാണുന്ന കാര്യം വാണ്ട അറിഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ച കാര്യം വാണ്ട കേട്ടു. സീൻ ചേഞ്ച് ആയി. ഓക്കെ ഗൈസ്, വാണ്ട അടുത്ത് പരസ്യം ഇട്ടിരിക്കുവാണ്. ഭാഗ്യത്തിന് വാണ്ട എന്നെയും പിടിച്ച് വാണ്ട വിഷന്റെ ഉള്ളിലേക്ക് കയറ്റിയില്ല. ഇപ്പൊ വരുന്ന പരസ്യത്തിൽ കാണിക്കുന്നത് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഒരുപക്ഷെ വാണ്ട തന്നെ ഇതെന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ ഡിപ്രഷനിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന നെക്സസ് എന്ന് പറയുന്ന മരുന്ന് മേടിച്ച് കഴിക്കണമെന്നാണ് ഈ പരസ്യത്തിൽ പറയുന്നത്. നെക്സസ് ഗുളിക കഴിച്ചാൽ ഡിപ്രഷനിൽ നിന്നൊരു ആശ്വാസം കിട്ടും. പക്ഷെ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് റിയാലിറ്റിയിലെ കാര്യങ്ങൾ മനസ്സിലാക്കുക, ശരിക്കുള്ള വികാരങ്ങൾ മനസ്സിലേക്ക് വരിക, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായേക്കാം. എന്തായാലും ഡോക്ടറിനോട് സംസാരിച്ചതിന് ശേഷം മാത്രം നെക്സസ് എന്ന് പറയുന്ന ഈ ഗുളിക കഴിക്കുക. ഈ ലോകം മുഴുവൻ കറങ്ങുന്നത് നിങ്ങളുടെ ചുറ്റുമാണെന്ന് വിചാരിക്കരുത്. ഇനി ഒരു പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നെക്സസ് കഴിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് പരസ്യം. ആക്ച്വലി ഈ പരസ്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള അർത്ഥമുണ്ട്. അതിപ്പോ പറയാൻ കഴിയില്ല. വരട്ടെ. അടുത്ത സീനിൽ കാണിക്കുന്നത് ആഗ്നസിന്റെ വീടാണ്. അവൾ അവിടെ പിള്ളേരുടെ കൂടെ നല്ല അടിച്ചു പൊളിച്ച് ചില്ലായിട്ടിരിക്കുക. ആഗ്നസിന്റെ മൊയലായിട്ടുള്ള സ്ക്രാച്ച് എടുത്ത് പിള്ളേർ കളിപ്പിക്കുന്നുണ്ട്. ബില്ലിക്ക് എന്തായാലും ആഗ്നസിന്റെ വീട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവന് ഈ വീട് ഇഷ്ടപ്പെടാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ഇവിടെ ഭയങ്കരമായിട്ട് ശാന്തതയുണ്ടെന്നാണ് ബില്ലി ആഗ്നസിനോട് പറയുന്നത്. അതായത് നോർമലി മറ്റുള്ളവരുടെ തലയിൽ നിന്ന് കേൾക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങളൊന്നും അവൻ ആഗ്നസിന്റെ തലയിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ആഗ്നസിന്റെ മൈൻഡ് അവന് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ നല്ല സൈലൻസ് ആണെന്നുള്ള കാര്യം അവൻ ആഗ്നസിനോട് പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കുമ്പോൾ ആഗ്നസിന്റെ മുഖം പതുക്കെ മാറുന്നുണ്ട്. ഞങ്ങളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ടോമി ആഗ്നസിനോട് ചോദിക്കുന്നു. പക്ഷെ അവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. മക്കളെ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ അമ്മ ആരാ? അവൾ സൂപ്പർ സ്റ്റാർ അല്ലേ, ഒരു സൂപ്പർ മോം. പിന്നെ ആർക്കായാലും ഇടയ്ക്ക് ടെൻഷനൊക്കെ വരില്ല പിള്ളേരെ. അതുകൊണ്ട് ഇടയ്ക്ക് നിങ്ങളുടെ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. എന്റെ പൊന്ന് ഫ്രണ്ട്സ്, ഈ പിള്ളേരെ ഞാൻ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും? അവരുടെ അമ്മയായിട്ടുള്ള വാണ്ട ഇങ്ങനെ വട്ടുപിടിച്ച പോലെയൊക്കെ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാനിപ്പോ എങ്ങനെ പറയാൻ? എന്റെ ഭർത്താവ് റാൽഫ് എപ്പോഴും പറയാറുണ്ട് പിള്ളേർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാവുന്നു. പിള്ളേർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അവരുടെ അമ്മയെ പറ്റി എനിക്കൊന്നും പറയാനില്ല. സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പൊ മോണിക്ക ഹെക്സിന്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള എല്ലാ സ്യൂട്ടപ്പും ചെയ്ത് ആ വണ്ടി കയറിയിരുന്ന് നേരെ ഉള്ളിലേക്ക് ഓടിച്ചു പോകാൻ പോവാണ്. ഡാർസിയും ഉള്ളിൽ പെട്ടുപോയെന്ന് മനസ്സിലായതോടെ മോണിക്കയ്ക്ക് ഭയങ്കര വിഷമമായി. എങ്ങനെയെങ്കിലും ഡാർസിയെ രക്ഷിച്ചേ പറ്റൂ. ഒരുപക്ഷെ മോണിക്കയ്ക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റുന്ന അവസാനത്തെ ചാൻസ് ആയിരിക്കും ഇത്. കാരണം ഓൾറെഡി അവളുടെ DNA-യിൽ 2 വട്ടം ഉള്ളിലേക്ക് കടന്നതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇനി ഒരു വട്ടം കൂടി കടന്ന അവളുടെ ബോഡിക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പോലും പറ്റില്ല. മിസ്റ്റർ വു ആയാലും മനസ്സില്ലാ മനസ്സോടെയാണ് മോണിക്കയെ ഉള്ളിലേക്ക് അയക്കുന്നത്. ഈ വണ്ടി കൊണ്ട് വല്ലതും നടക്കുമെന്ന് ചോദിക്കുമ്പോൾ ആ മിലിറ്ററി ഏജന്റ് ഇങ്ങനെയാണ് പറയുന്നത്. അവരുടെ കയ്യിലുള്ള ഏറ്റവും സുരക്ഷിതവും
ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വണ്ടിയാണിത്. സ്പേസിലേക്ക് പോയി ട്രാവൽ ചെയ്യാൻ വരെ ഈ വണ്ടി ഉപയോഗിച്ച് പറ്റും. അത്ര ദുരന്തം പിടിച്ച സ്ഥലങ്ങളിൽ പോലും ഈ വണ്ടി ഓടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ വണ്ടിയുടെ മേൽ അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് കേട്ടപ്പോൾ മിസ്റ്റർ വുവിന് ഒരു ആശ്വാസമായി. മോണിക്ക നേരെ വണ്ടി ഓടിച്ച് ഹെക്സിലേക്ക് ചെന്ന് ഇടിച്ച് കയറുവാണ്. പക്ഷെ കാര്യങ്ങൾ വിചാരിച്ച പോലെ ആയില്ല. എത്ര ദുരന്തം പിടിച്ച സ്ഥലത്തോടിയ വണ്ടിയാണെന്ന് പറഞ്ഞാലും വാണ്ടയുടെ പവറിന് മുന്നിൽ ആ വണ്ടിക്ക് തല കുനിക്കേണ്ടി വന്നു. ഈസി ആയിട്ട് ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചെങ്കിലും വളരെ കഷ്ടിച്ച് മാത്രമാണ് ആ വണ്ടി ഹെക്സിന്റെ ഉള്ളിലേക്ക് കടക്കുന്നത് പോലും. അത് മുഴുവനായിട്ട് കടക്കുന്നുമില്ല. ഇപ്പൊ വണ്ടി സ്റ്റക്കായി. മുന്നിലേക്ക് പോകാനും പറ്റുന്നില്ല, പിന്നിലേക്ക് എടുക്കാനും പറ്റുന്നില്ല. എന്നാലും മോണിക്ക മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവസാനം വണ്ടിയുടെ കൺട്രോൾ ഒക്കെ പോയി. എല്ലാവരും മോണിക്കയോട് പുറത്തിറങ്ങാൻ പറയുന്നത് കേട്ട് മോണിക്ക നേരെ പുറത്തേക്ക് ചാടി ഇറങ്ങി. പകുതി ഹെക്സിന്റെ ഉള്ളിലേക്ക് പോയ വണ്ടി പുറത്തേക്ക് തെറിച്ച് വീഴുവാണ്. അല്ലെങ്കിൽ ആ ഹെക്സ് അതിനുള്ളിലേക്ക് കടക്കാൻ സമ്മതിക്കാതെ പുറത്തേക്ക് തെറിപ്പിക്കുവാണ്. കോമഡി എന്താന്ന് വെച്ചാൽ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വണ്ടിയുടെ പകുതി ഭാഗം ഹെക്സിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയതോടെ ആകെ ചേഞ്ച് ആയി. വണ്ടിയുടെ കാലഘട്ടം തന്നെ മാറിപ്പോയി. അത്രയും പവർഫുൾ ആണ് ഈ ഹെക്സ് എന്ന് പറയുന്ന സംഭവം. ഇത് കണ്ട മിലിറ്ററി ഏജന്റും വൂവും വരെ ഞെട്ടിപ്പോയി. പക്ഷെ മോണിക്ക വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മരിച്ചിട്ടാണെങ്കിലും അവൾ അവരെയൊക്കെ രക്ഷിച്ചിരിക്കും. മിസ്റ്റർ ജെയിംസ് വൂ തടയുന്നുണ്ടെങ്കിലും മോണിക്ക നേരെ പോയ എനർജി ഷീൽഡിൽ കൈവയ്ക്കുവാണ്. പക്ഷെ ആ വണ്ടിയേക്കാൾ ഈസി ആയിട്ട് മോണിക്ക അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ ഓൾറെഡി 2 വട്ടം ഇതിന്റെ ഉള്ളിൽ കൂടെ പോയതുകൊണ്ടായിരിക്കും മോണിക്കയ്ക്ക് വീണ്ടും ഈസി ആയിട്ട് കടക്കാൻ പറ്റുന്നത്. പക്ഷെ ഉള്ളിലേക്ക് കടന്നപ്പോഴും അവൾ അപ്പുറത്തേക്ക് എത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. വളരെ തിക്കായിട്ടുള്ള ഒരു ഷീൽഡാണ് ഇപ്പൊ അവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോണിക്ക വളരെ പാടുപെട്ടാണ് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് മോണിക്കയുടെ പല കാലഘട്ടങ്ങളിലുള്ള പല രൂപങ്ങൾ നമ്മൾക്ക് അവിടെ മിന്നിമായുന്നത് കാണാൻ പറ്റുന്നുണ്ട്. മോണിക്കയുടെ ഇത്രയും നാളത്തെ ജേണിയെ ആയിരിക്കും അത് സൂചിപ്പിക്കുന്നത്. അവളുടെ അമ്മയുടെ ശബ്ദങ്ങൾ അവൾക്ക് കേൾക്കാൻ പറ്റുന്നു. ആ സമയത്ത് അവൾക്കൊരു ധൈര്യം വരുവാണ്. അവളുടെ അമ്മയെ പറ്റിയുള്ള ഓർമ്മകൾ. അവളുടെ അമ്മ എത്രത്തോളം ധൈര്യശാലിയായിരുന്നു, ഈ ലോകത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു. ലാസ്റ്റ് ക്യാൻസർ വന്നപ്പോൾ പോലും അവരതിനെ പേടിക്കാതെയാണ് നേരിട്ടത്. ഇതൊക്കെ ആലോചിച്ച് താനും ആ അമ്മയുടെ മകളാണെന്നുള്ള ആത്മവിശ്വാസത്തോടെ മോണിക്ക് നേരെ മുന്നിലേക്ക് നടക്കുവാണ്. അവളുടെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. അവൾ നേരെ ചാടി ഹെക്സിന്റെ അപ്പുറത്തേക്ക് കടക്കുന്നു. ഇപ്പോഴും മോണിക്കയുടെ കണ്ണുകൾ ഒരു പ്രത്യേക കളറിൽ തിളങ്ങുന്നുണ്ട്. അവളുടെ കാഴ്ചയോ അത് മാറി. അവിടെയുള്ള എനർജി ഫീൽഡുകളൊക്കെ അല്ലെങ്കിൽ എനർജിയുടെ ഫ്ലോ അവൾക്ക് ഫീൽ ചെയ്യാനും കാണാനും സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ മോണിക്കയ്ക്ക് DNA കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയി. എന്തോ ഒരു പുതിയ പവർ കിട്ടിയിട്ടുണ്ട്. അവൾ കണ്ണടച്ച് തുറക്കുന്നതോടെ കണ്ണു വീണ്ടും പഴയ പോലെ. അവൾ നേരെ വാണ്ടയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഓടി. ഈ സമയത്ത് സംസാരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഡാർസിയും വിഷനും ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. വിഷൻ മരിച്ചുപോയതും അവൻ ആരാണ് കൊന്നതെന്നും അതിന് മുന്നു വാണ്ടയും വിഷ്ണു എങ്ങനെയായിരുന്നെന്നും എങ്ങനെയാണ് വിഷ്ണു ഉണ്ടായതെന്നും ഇതൊക്കെ ഡാർസി വളരെ കൃത്യമായിട്ട് നമ്മുടെ വിഷന് പറഞ്ഞു കൊടുക്കുവാണ്. അവനതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ വാണ്ട എന്നെ കൊന്നതാണ് നീ പറയുന്നത്? നമുക്ക് അതത്ര സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റില്ല. താൻ തന്നെയാണ് വാണ്ടയോട് തന്നെ കൊല്ലാൻ പറഞ്ഞത്. കാരണം തന്റെ നെറ്റിയുള്ള മൈൻഡ് സ്റ്റോൺ ആ സമയത്ത് പൊട്ടിച്ച് കളയണമായിരുന്നു, അല്ലെങ്കിൽ താനോസ് അത് എടുക്കുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്ത്. വാണ്ടയ്ക്ക് തന്നെ കൊല്ലാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, അവൾ കരഞ്ഞുകൊണ്ട് തന്നെ കൊന്നത്. ഇതൊക്കെ ഈ പ്രപഞ്ചത്തിനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഈ താനോസിന്റെ കാര്യവും അതാണ് ഏറ്റവും വലിയ കാര്യം. വാണ്ട നിങ്ങൾ കൊന്നു കളഞ്ഞു, നിങ്ങളുടെ മൈൻഡ് സ്റ്റോൺ പൊട്ടിച്ചു കളഞ്ഞു. പക്ഷെ താനോസ് വന്ന് ടൈം സ്റ്റോൺ എടുത്ത് കറക്കി നിങ്ങൾക്ക് വീണ്ടും ജീവൻ വരുത്തി. എന്നിട്ട് അയാൾ നിങ്ങളുടെ നെറ്റിലുള്ള മൈൻഡ് സ്റ്റോൺ അയാളുടെ കൈ കൊണ്ട് പൊട്ടിച്ചെടുത്ത് വീണ്ടും നിങ്ങൾ കൊന്നു കളഞ്ഞു. സത്യം പറഞ്ഞാൽ നിങ്ങൾ 2 തവണ ചത്തു. നിങ്ങൾ മരിച്ചു വീഴുന്നത് വാണ്ടയ്ക്ക് 2 വട്ടം കാണേണ്ടി വന്നു. പാവം വാണ്ട. പെട്ടെന്നാണ് അവരുടെ മുന്നിലേക്ക് ഓരോ തടസ്സങ്ങൾ വരുന്നത്. വണ്ടി സ്റ്റോപ്പ് ചെയ്യാനുള്ള ട്രാഫിക് സിഗ്നൽ, വഴി കൂടെ നടന്നു പോകുന്ന പിള്ളേര്, റോഡ് പണി നടക്കുന്നു. ഇങ്ങനെ പല പല തടസ്സങ്ങൾ. അത് കണ്ടപ്പോൾ വിഷന് മനസ്സിലായി ഇതൊക്കെ വാണ്ടയായിരിക്കും ചെയ്യുന്നത്. വിഷൻ വീട്ടിലേക്ക് തിരിച്ചിപ്പോ വരണ്ടെന്നാണ് വാണ്ട ആഗ്രഹിക്കുന്നത്. കാരണം വിഷൻ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ വാണ്ടയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. അവളുടെ കയ്യിൽ ഉത്തരങ്ങളില്ല. അതുകൊണ്ടായിരിക്കും വിഷൻ വീട്ടിലേക്ക് വരുന്നതിനെ വാണ്ട ഇങ്ങനെ തടയുന്നത്. ഒരുപക്ഷെ ഇത് വാണ്ട അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് പോലും ആവില്ല. പക്ഷെ ഇതുവരെയുള്ള കാര്യങ്ങൾ അനുസരിച്ച് ഇതും വാണ്ട തന്നെയായിരിക്കും ചെയ്യുന്നത്. ഗൈസ്, സത്യം പറഞ്ഞ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഡാസി പറഞ്ഞു കേട്ടില്ലേ, ഞാൻ റോബോട്ടാ, അതെനിക്കറിയാം. പക്ഷെ ടോണി സ്റ്റാർക്കും ബ്രൂസ് ബാനറും അങ്ങനെ കുറെ പേര് ചേർന്ന് തന്നെ ഉണ്ടാക്കിയെന്ന്. അതും ജാർവിസ് എന്ന് പറയുന്ന ഒരു AI പ്രോഗ്രാം വെച്ച് തന്നെ ഉണ്ടാക്കി. ഇതിന്റെ ഇടയ്ക്ക് അൾട്രോണിന്റെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. എന്റെ നെറ്റിയിലുള്ള മൈൻഡ് സ്റ്റോൺ പൊട്ടിച്ചപ്പോ ഞാൻ ചത്തുപോയി. അത് വാണ്ടേ ചെയ്ത്. അത് കഴിഞ്ഞ് താനോസ് വന്ന് വീണ്ടും എന്നെ ജീവൻ വെപ്പിച്ച് വീണ്ടും കൊന്നു കളഞ്ഞു. സോ ഞാൻ 2 വട്ടം ചത്തു. ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് വരുന്നതിന് വാണ്ട എന്തിനെ തടയുന്നതെന്ന് എനിക്ക് അറിയില്ല. അവള് തന്നെ എനിക്ക് തടസ്സമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഡാസി, ശരിക്കും ഞാൻ ആരാ? ഞാൻ മരിച്ചു പോയെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയോട് ജീവനോട് ഇരിക്കുന്നത്? ആ കാര്യമാണ് വിഷയം ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തത്. തന്നെ പോലെ ഞങ്ങൾക്കും അത് ഡൗട്ടാ. ചിലപ്പോൾ വാണ്ട വല്ല ടൈം സ്റ്റോൺ തിരിച്ച് നിങ്ങളെ വീണ്ടും ജീവൻ വെപ്പിച്ചതായിരിക്കും. എനിക്കറിയില്ല കേട്ടോ. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഹെക്സിന്റെ പുറത്തേക്ക് വരാൻ പറ്റാത്തത്? ഈ പറയുന്നൊക്കെ കേട്ട് വിഷൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. കാരണം അവന്റെ നിലനിൽപ്പ് പോലും എങ്ങനെയാണെന്ന് അവന് മനസ്സിലാവുന്നില്ല. വിഷൻ ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ ഡാർസി ഒരു കാര്യം പറയുന്നുണ്ട്. ഹേ വിഷൻ, നിങ്ങൾക്ക് വിഷമമെന്ന് എനിക്ക് അറിയാം. പക്ഷെ ഇതൊക്കെയാണ് സത്യം. എന്നാലും കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഞങ്ങൾ വാണ്ട വിഷൻ എന്ന് പറയുന്ന TV ഷോ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും. നിങ്ങളുടെ 2 പേരുടെയും സ്നേഹം ശരിക്കും സത്യമാണ്. നിങ്ങൾ 2 പേരും ശരിക്കും ഒരുമിച്ച് ജീവിക്കേണ്ടത് തന്നെയാണ്. വാണ്ടയ്ക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അത് കേട്ടപ്പോൾ വിഷന് കുറച്ച് ആശ്വാസമായി. ഈ സമയത്ത് മോണിക്ക നേരെ വാണ്ടയുടെ വീട്ടിലേക്ക് ഓടിക്കേറി ചെല്ലുവാണ്. വാണ്ട അവിടെ നേരത്തെ പരിസ്ഥിതി കണ്ട ഗുളിക എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. മോണിക്ക ഓടിക്കേറി വരുന്നത് കണ്ട് വാണ്ട ആകെ ഞെട്ടിപ്പോയി. ഇവളെല്ലാം പുറത്താക്കിയത്,
ഇവള് പിന്നെ അങ്ങനെ കയറി വന്നു. വാണ്ട പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, ആദ്യം ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ വിഷന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. സ്റ്റോപ്പ് ഇറ്റ്, ഇറങ്ങ്. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ. എനിക്കിത് പറയുന്ന ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. എന്നോട് നീ ഒന്നിനെ പറ്റി ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല. എനിക്കത് കേൾക്കണ്ട. ഡ്രോണുകളും മിസൈലുകളും എന്നെ പറ്റിക്കാൻ വേണ്ടി പിയട്രോയൊക്കെ അയച്ചത് നിങ്ങളല്ലേ? ഐ ആം സോറി വാണ്ട, ഡ്രോൺ അയച്ചത് ഞങ്ങളാ, പക്ഷെ പിയട്രോ അയച്ചത് ഞങ്ങളൊന്നുമല്ല. നീ കള്ളം മാത്രമേ പറയൂ മോണിക്ക. എനിക്കറിയാം നിങ്ങൾ എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് ദേഷ്യം വരുന്ന വാണ്ട മോണിക്കയെ അവളുടെ പവർ ഉപയോഗിച്ച് ആകാശത്തേക്ക് ഉയർത്തുവാണ്. എന്നിട്ട് നേരെ താഴെ കൊണ്ട് അടിക്കാൻ നോക്കുന്നു. പക്ഷെ മോണിക്ക നേരെ താഴെ വന്ന ഒരു സൂപ്പർ ഹീറോയെ പോലെ ലാൻഡ് ചെയ്യുവാണ്. ഇതുകൊണ്ട് വാണ്ട പോലും ഞെട്ടിപ്പോയി. മോണിക്കയുടെ കണ്ണുകൾ ഇപ്പോൾ ഒരു നീല കളറിൽ തിളങ്ങുന്നുണ്ട്. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഐ മീൻ മോണിക്കയ്ക്ക് 3 വട്ടം ഈ ഹെക്സിന്റെ ഉള്ളിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോയപ്പോ എന്തൊക്കെയോ സൂപ്പർ പവറുകൾ കിട്ടിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ വാണ്ട കാരണമാണ് വാണ്ടയെ തന്നെ എതിർത്ത് നിൽക്കാൻ കഴിവുള്ള പുതിയ മോണിക്ക ഉണ്ടായിരിക്കുന്നത്. വാണ്ട, ഞാൻ നിന്നോട് കള്ളമല്ല പറയുന്നത്. അന്ന് ഇതിന്റെ ഉള്ളിൽ കയറി ജെറാൾഡിൻ ആയിരുന്നപ്പോഴും ഞാൻ പറഞ്ഞത് കള്ളമൊന്നുമല്ല. നീ എന്നെ കൊണ്ട് പറയിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്റെ തലയുടെ ഉള്ളിൽ നീയായിരുന്നു, എന്നെ കൺട്രോൾ ചെയ്തിരുന്നത് നീയായിരുന്നു. വാണ്ട, ഇനി നീ സംസാരിക്കുന്ന ഓരോ വാക്കുകളും സൂക്ഷിക്കണം മോണിക്ക. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ചുറ്റുമുള്ള അയൽക്കാരൊക്കെ ഇത് കാണുന്നുണ്ട്, അത് വാണ്ടയ്ക്കും അറിയാം. പക്ഷെ അവൾ ഇനി അവളുടെ കഴിവുകൾ മറച്ചു വെക്കുന്നില്ല. മോണിക്ക് ധൈര്യത്തോടെ പറയുന്നു, ഓക്കെ വാണ്ട, എന്നാൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. നീ എന്നെ അങ്ങോട്ട് കൊല്ല്, അല്ലെങ്കിൽ കഴിഞ്ഞ വട്ടത്തെ പോലെ പുറത്തേക്ക് തെറിപ്പിച്ച് കളയും. അപ്പോഴെങ്കിലും നിന്റെ ഈ ദേഷ്യമൊക്കെ അടങ്ങട്ടെ. പക്ഷെ വാണ്ട അവളൊന്നും ചെയ്യുന്നില്ല. കണ്ടില്ല വാണ്ട, എനിക്കറിയാമായിരുന്നു നിനക്ക് ആരെയും കൊല്ലണമെന്ന് ആഗ്രഹമില്ല. ഇതാണ് നീയും മിസ്റ്റർ ഹെയ്വാർഡും തമ്മിലുള്ള വ്യത്യാസം. അയാൾക്ക് നിന്നെ കൊല്ലണമെന്ന് ആഗ്രഹം, പക്ഷെ നീ അങ്ങനെയല്ല. നിന്റെ ഉള്ളിൽ ഇപ്പോഴും നന്മയുണ്ട്. ഇതൊക്കെ നിനക്ക് പറ്റിയൊരു തെറ്റാണെങ്കിൽ അത് ശരിയാക്കാൻ ഇനിയും അവസരമുണ്ട് വാണ്ട. അയാൾക്ക് വിഷൻ നേടണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി അയാൾ വെസ്റ്റ് വ്യൂ കത്തിച്ച് ചാമ്പലാക്കും. ഇവിടെയുള്ള എത്ര നിരപരാധികൾ മരിച്ചു വീണാലും അത് അയാൾക്കൊരു പ്രശ്നമായിരിക്കില്ല. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വാണ്ട? നിനക്ക് മാത്രം. നിന്നെ ഒരു വില്ലനാക്കാൻ അയാൾ അനുവദിക്കരുത്. അങ്ങനെയല്ല മോണിക്ക, ഒരുപക്ഷെ ഞാൻ ഓൾറെഡി ഒരു വില്ലൻ ആയിരിക്കും. ഞാൻ വില്ലനാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് വേണ്ടത്. എന്നാൽ എനിക്ക് നിന്റെ പേടിയില്ല വാണ്ട. മരിക്കാൻ റെഡി ആയിട്ട് തന്നെ ഞാൻ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത്. നിനക്ക് നഷ്ടപ്പെട്ടതുപോലെ എനിക്കും ഒരുപാട് പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനിവിടെ ഇല്ലാതിരുന്നപ്പോഴാണ് എനിക്ക് എന്റെ അമ്മയെ നഷ്ടപ്പെട്ട്. അവസാനമായിട്ട് എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കത് മാറ്റാൻ പറ്റില്ല, കാരണം എനിക്ക് നിന്റെ പോലെ സൂപ്പർ പവർ ഇല്ലല്ലോ. പക്ഷെ ഞാൻ ആ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നു. അത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നീ നിന്റെ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നില്ല വാണ്ട. ഹേയ് മോളെ, നീ ഏതാ? നീ എന്താ എന്റെ വാണ്ടയെ കുറ്റം പറയോ? ഇവിടെ ഞങ്ങൾ കുറച്ച് അയൽക്കാരൊക്കെ ഉള്ളപ്പോൾ ഇതൊന്നും നടക്കില്ല കേട്ടോ. പെട്ടെന്ന് ഇവിടെ പോകാൻ നോക്ക്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആഗ്നസ് കയറി വരുവാണ്. കാരണം ഇതൊക്കെ നടക്കുന്നത് ആഗ്നസ് അവളുടെ വീട്ടിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. എന്ത് ഹെൽപ്പിന് ആവശ്യമുണ്ടെങ്കിലും ഉടനെ ആഗ്നസ് കയറി വരുമല്ലോ. അങ്ങനെ ഈ സമയത്ത് ആഗ്നസ് തന്നെ വന്നു. നോക്കു കുട്ടി, നീ ആരാന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എന്റെ വാണ്ട ഓൾറെഡി കുറെ വിഷമത്തിലാ. വാണ്ട കുറെ അനുഭവിച്ചു. ഹേയ് മാഡം, ഇത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് ഞാനും വാണ്ടയും തമ്മിലുള്ള കാര്യമാണ്. പൊന്നുമോളെ, നീ പുറത്തു പോകാൻ നോക്ക്, അല്ലെങ്കിൽ നീ വിവരം അറിയും. അങ്ങനെ പറഞ്ഞ ആഗ്നസ് വാണ്ടയെ അവിടുന്ന് കൊണ്ടുപോവാണ്. വാണ്ട പ്ലീസ്, നീ ഇതൊക്കെ അവസാനിപ്പിച്ചേ പറ്റൂ. നിനക്ക് മാത്രമേ ഇതിന് പറ്റൂ. നോ മോണിക്ക, ഇനി എന്റെ മുന്നിൽ പോലും വരരുത്. എനിക്ക് നിന്നെ കാണണ്ട. ഇനി ഞാൻ പെരുമാറുന്നത് ഇതുപോലെ ആയിരിക്കില്ല. പക്ഷെ ആഗ്നസ് വാണ്ടയെ ശാന്തമാക്കി അവളുടെ കൂടെ കൊണ്ടുപോകുന്നു. എന്നാലും മോണിക്കയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മോണിക്കയും അവരുടെ പിന്നാലെ പോകുന്നുണ്ട്. സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പോഴും സംസാരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഡാർസിയുടെയും വിഷന്റെയും മുന്നിലേക്ക് ഓരോരോ തടസ്സങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ്, വെസ്റ്റ് വ്യൂ വരുന്നതിന് മുന്നുള്ള എന്റെ ജീവിതം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഡാർസി പറഞ്ഞപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. വാണ്ടയ്ക്ക് ശരിക്കും എന്നെ ഇഷ്ടമൊക്കെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് സഹിച്ചിട്ടുണ്ടല്ലേ. പക്ഷെ എനിക്കതൊന്നും ഓർക്കാനും ഫീൽ ചെയ്യാനും പറ്റുന്നില്ല. അതുപോലെ വേറെ ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ, 1 മിനിറ്റ്, നിങ്ങളൊക്കെ ആരാ? ഞാനെന്തിനാ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇത് കൊള്ളാം, ഞാൻ പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് പോകാൻ നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ് വിഷൻ പെട്ടെന്ന് വീട്ടിലേക്ക് പറന്നു പോവാണ്. അങ്ങനെ ഡാർസി വീണ്ടും പോസ്റ്റായി. എന്തുകൊണ്ടായിരിക്കും വിഷൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് എണീറ്റ് പോയത്? 2000-കളിൽ ഇറങ്ങിയ പല സീരീസുകളുടെയും അല്ലെങ്കിൽ TV ഷോകളുടെയും മോഡലിലാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ മോഡൽ അനുസരിച്ച് വാണ്ടയും മാഗ്നസും ഒക്കെ നമ്മളോട് സംസാരിച്ചതുപോലെ വിഷനും വന്നിരുന്ന് നമ്മളോട് സംസാരിച്ചു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് വെച്ച് വിഷന് മനസ്സിലായി, എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനെന്തിനാ ഈ TV ഷോയുടെ മോഡൽ അഭിനയിക്കുന്നത്? ഇങ്ങനെ ഒരു സെൽഫ് അവയർനെസ് നമ്മളുടെ വിഷനെ കിട്ടുവാണ്. സീൻ ചേഞ്ച് ആകുമ്പോൾ നമ്മൾ കാണിക്കുന്നത് ആഗ്നസിന്റെ വീടാണ്. വാണ്ടയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ആഗ്നസ് അവിടെ അവളെ കൊണ്ടിരുത്തി. എന്നിട്ട് വാണ്ടയ്ക്ക് ഒരു ഗ്ലാസ് ചായ എടുക്കാൻ പോയി. അവിടെ വന്ന് സമാധാനിച്ചിരിക്കുന്ന വാണ്ട അപ്പോഴാണ് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ബില്ലിയും ടോമിയും കഴിച്ചു വെച്ചിട്ട് പോയ ഭക്ഷണം അവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് പേടി തോന്നിപ്പിക്കുന്ന പോലെയുള്ള കാർട്ടൂണുകളാണ് അവിടെ വെച്ചിരിക്കുന്നത്. സ്ക്രാച്ചി എന്ന് പറയുന്ന മൊയിലിനെ അവിടെ ഒരു കൂട്ടിലിട്ട് വെച്ചിരിക്കുന്നു. ഒരു പ്രത്യേകതരം പ്രാണി അവിടെ കിടന്ന് പറക്കുന്നുണ്ട്. പക്ഷെ ബില്ലിയെയും ടോമിയെയും അവിടെ കാണാനില്ല. മൊത്തത്തിലൊരു ഡാർക്ക് ആയിട്ടുള്ള അന്തരീക്ഷം. ആഗ്നസ്, എന്റെ പിള്ളേരവിടെ? ഓ പിള്ളേരോ? അവര് താഴെ ബേസ്മെന്റിൽ കളിക്കുന്നുണ്ടാവും. വാണ്ട പോയി നോക്കിയിട്ട് കൂടെ ഞാനും വരാം. വാണ്ട പെട്ടെന്ന് എന്നിട്ട് അങ്ങോട്ട് നടക്കുവാണ്. പക്ഷെ ബേസ്മെന്റിലേക്കുള്ള വാതിൽ തുറന്നപ്പോ ആകെ നശിച്ച പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് വാണ്ടയ്ക്ക് കാണാൻ പറ്റുന്നത്. ഒരു വീടിന്റെ ബേസ്മെന്റ് ആയിട്ടല്ല അത് തോന്നുക. മരത്തിന്റെ വേരൊക്കെ പടർന്ന് മാറാലകളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സ്ഥലം, ഒരു പ്രേത വീട് പോലെ തോന്നിപ്പോവും. ആ ഇരുട്ട് മൂടിയ വഴികളിലേക്ക് വാണ്ട കയറി ചെല്ലുവാണ്. പക്ഷെ അവിടേക്ക് കടന്നു ചെന്നപ്പോ വാണ്ടയ്ക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഒരു വീടിന്റെ ബേസ്മെന്റ് അല്ല, ഒരു പുരാതനമായ പോലെയുള്ള കെട്ടിടം. അവിടെ എന്തൊക്കെയോ അസ്ഥികൂടങ്ങൾ പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു പ്രത്യേകതരം ബുക്ക് അവിടെ വെച്ചിട്ടുണ്ട്, ഒരു ശപിക്കപ്പെട്ടതുപോലെയുള്ള പുസ്തകം. അതിന്റെ ചുറ്റും എന്തോ ഒരു എനർജി കാണാനും പറ്റുന്നുണ്ട്. പെട്ടെന്ന് ആ മൊയലിനെ കൈ പിടിച്ച് ആഗ്നസ് അങ്ങോട്ട് കടന്നു വരുവാണ്. ഹായ് മൈ ഡിയർ വാണ്ട മാക്സിമോ, ഈ ടൗണിലുള്ള ഒരേ ഒരു മന്ത്രവാദിനി നീ മാത്രമാണെന്ന് കരുതിയോ? എന്നാ നിനക്ക് തെറ്റിപ്പോയി. മന്ത്രവിദ്യ
വിദ്യകൾ അറിയുന്നവൾ നീ മാത്രമല്ല വാണ്ട. എന്റെ പേര് ആഗ്നസ് എന്നല്ല, ഞാനാണ് അഗത ഹാർക്നസ്. നിന്നെ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ പറയുന്ന ആഗ്നസ്, സോറി, അത് ആഗ്നസ് അല്ല. ഇവരുടെ ശരിക്കുള്ള പേര് ആഗ്നസ് എന്നായിരുന്നില്ല. ഇവർ അഗത ഹാർക്നസ് എന്ന പേരുള്ള ഒരു മന്ത്രവാദിനിയാണ്. ഇവർ വാണ്ടയുടെ മൈൻഡ് കൺട്രോളിലായിരുന്നില്ല. ഇത്രയും കാലം ഇവര് വാണ്ടയുടെ മുന്നിലും എല്ലാവരുടെ മുന്നിലും അഭിനയിക്കുമായിരുന്നു. എന്താണ് കാര്യമെന്ന് മനസ്സിലാവുന്നതിന് മുന്നേ അവർ വാണ്ടയെ തന്നെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നു. വാണ്ടയാണ് എല്ലാവരും മൈൻഡ് കൺട്രോൾ ചെയ്യാറുള്ളത്. അവളെപ്പോലും അഗത മൈൻഡ് കൺട്രോൾ ചെയ്യുവാണ്. എന്നിട്ട് ഇത്രയും നാൾ നടന്ന കാര്യങ്ങൾ വാണ്ടയ്ക്ക് ഒരു TV ഷോ പോലെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നു. ഈ ഷോയുടെ പേരാണ് അഗത ഓൾ അലോങ്. അതായത് ഇതിന്റെ ഒക്കെ പിന്നിൽ അഗത തന്നെയായിരുന്നു. 1950 തുടങ്ങിയ TV ഷോ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അവിടേക്ക് ഒരു മന്ത്രവാദിനിയായിട്ടുള്ള അഗത ഹാർക്നസ് വന്ന് ഇറങ്ങുവാണ്. പർപ്പിൾ കളറിലാണ് അവളുടെ മാജിക് പവർ നമുക്ക് കാണാൻ പറ്റുന്നത്. അവൾ പെട്ടെന്ന് ഈ കാലഘട്ടത്തിന് പറ്റിയതുപോലെ അവളുടെ രൂപം മാറ്റുന്നു. എന്നിട്ട് നേരെ വാണ്ടയുടെയും വിഷന്റെയും ജീവിതത്തിലേക്ക് കയറി ചെല്ലുവാണ്. പിന്നെ അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അപ്പോഴൊക്കെ അഗത അങ്ങോട്ട് എത്താൻ തുടങ്ങി. അവരെ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ വിശ്വാസം നേടിയെടുത്തു. ഹെർബിനെ മൈൻഡ് കൺട്രോൾ ചെയ്ത് അയാളെ കൊണ്ട് മതിൽ മുറിപ്പിച്ചതും വിഷനെ ടെൻഷൻ എടുപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറയിപ്പിച്ചതും അഗത തന്നെയാണ്. വാണ്ടയുടെ അനിയനായിട്ട് പിയട്രോ മാക്സിമം എന്ന പേരിൽ പുതിയൊരുത്തനെ വാണ്ടയുടെ അടുത്തേക്ക് അയച്ചതും അഗത തന്നെയാണ്. പിയട്രോ അഗതയുടെ കൺട്രോളിലായിരുന്നു. മറ്റുള്ള എല്ലാവരും സ്റ്റക്കായി നിന്നപ്പോ അഗത മാത്രം വിഷനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അഗത അഭിനയിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അവൾ വേണമെന്ന് വിചാരിച്ചിട്ടാണ് വിഷൻ മരിച്ചു പോയതാണെന്നും ഇവിടേക്ക് വാണ്ടയുടെ കൺട്രോളിലാണെന്നും പറഞ്ഞത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ തോന്നുന്നുണ്ടാവും. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് ഡയറക്ട് ചെയ്തത് പോലും അഗതയാണ്. യെസ്, സോറി ഗൈസ്, നിങ്ങൾ അത് പ്രതീക്ഷിച്ചില്ലല്ലേ? ഇതൊക്കെ ഞാൻ തന്നെയായിരുന്നു. അത് മാത്രമല്ല, പാവം പിള്ളേരുടെ സ്പാർക്കി പട്ടിയെ കൊന്നു കളഞ്ഞത് ഞാൻ തന്നെയാ. ഇങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതായത് അഗത നമ്മൾ വിചാരിച്ച ആളൊന്നും ആയിരുന്നില്ല. വിഷന്റെ സംശയം ശരിയായിരുന്നു. ഇവർക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ അതെങ്ങനെയാണ് ആഗ്നസ് അറിഞ്ഞ് കറക്റ്റ് സമയത്ത് വന്നുകൊണ്ടിരുന്നത്. അവൾ ഒരു മന്ത്രവാദിനിയായിരുന്നു. മന്ത്രവാദിനി എന്ന് വെച്ചാൽ ഒരു വിച്ച്, അതും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വിച്ച്. വാണ്ടയെ പോലും മൈൻഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു മന്ത്രവാദിനി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ പലർക്കും ഡൗട്ട് തോന്നി കാണും, അഗത എന്തിനാണ് ഇവിടെ വന്നത്? അഗതയ്ക്ക് എന്താണ് വാണ്ടയെ കൊണ്ട് കാര്യം? അഗത എന്തിനാണ് വിഷനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? അതിന്റെ കൂടെ ഒരുപാട് വേറെ ഡൗട്ടുകളും. പക്ഷേ അഗതയുടെ കംപ്ലീറ്റ് സ്റ്റോറിയും എന്തൊക്കെയാണ് നടക്കുന്നതെന്നും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും നിങ്ങൾക്ക് അടുത്ത ഒരു വീഡിയോയുടെ കൂടെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. എല്ലാ ഡൗട്ടും ആ വീഡിയോയിൽ തീരുകയും ചെയ്യും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാണ്ട വിഷൻ ഒരു നല്ല അടിപൊളി സീരീസ് തന്നെയായിരുന്നു. ക്ഷമയോടെ കണ്ടിരുന്നാൽ മാത്രം. ഈ എപ്പിസോഡിന്റെ അവസാനത്തിൽ വേറൊരു സീൻ കൂടിയുണ്ട്. അഗതയും വാണ്ടയും ഫോളോ ചെയ്തു വരുന്ന മോണിക്ക അഗതയുടെ വീടിന്റെ പിൻവശത്തേക്ക് പോവാണ്. അവിടെ ബേസ്മെന്റിലേക്ക് പോകാനുള്ള ഒരു അറ കാണുന്നു. പക്ഷെ അവിടേക്ക് കടക്കാൻ നിൽക്കുമ്പോഴേക്കും അവളുടെ മുന്നിലേക്ക് പിയട്രോ വരുവാണ്. അപ്പോൾ വാണ്ട തെറിപ്പിച്ച് കളഞ്ഞെങ്കിലും പിയട്രോയ്ക്ക് അങ്ങനെ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, നമ്മൾ കണ്ടതുപോലെ പിയട്രോയെ വാണ്ടയുടെ അടുത്തേക്ക് അയച്ചത് അഗത ഹാർക്നസ് ആണ്. അതെന്തിനാണെന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തായാലും മിക്കവാറും ഇപ്പോഴും പിയട്രോ അഗതയുടെ കൺട്രോളിൽ തന്നെയായിരിക്കും. മോണിക്കയോട് പിയട്രോ പറയുന്നത് അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുന്നവർ എന്നും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ്. അതിന്റെ അർത്ഥം ഇനിയും മോണിക്ക അതിക്രമിച്ച് കടക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ പിയട്രോ മോണിക്ക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലാണ് മനസ്സിലാവും. അതുകൊണ്ട് കാത്തിരിക്കുക. അടുത്ത വീഡിയോ കാണുന്നതുവരെ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.